അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും നയിക്കുമാമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രാർത്ഥനാ ഗാനത്തിനായി സെലിൻ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനെ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനെ. അനുദിനം അനുദിനം നിന്നിലടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ തൻ തെറ്റുകളെല്ലാം പുറത്തു നീ കാത്തുകൊള്ളിടണേ നീതിമാനേ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനെ. അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനെ. അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനെ. ദൈവത്തിന് സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്റെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ അനാദിയിൽ തന്നെ അങ്ങ് നിശ്ചയിച്ചതുപോലെ ലോക സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകാൻ വേണ്ടി അങ്ങ് തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച ഈ മിസ്യോ കൂട്ടായ്മയോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ അങ്ങ് ലോകത്തിന് പ്രദാനം ചെയ്ത രക്ഷയുടെ സന്ദേശം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുവാൻ മിസ്യോ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ വചനങ്ങൾ ഞങ്ങളുടെ അധരങ്ങളിൽ നിക്ഷേപിക്കണമേ. ആലസ്യം കൂടാതെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. മിസ്യോ കുടുംബത്തിന്റെ രക്ഷാധികാരിയായ അഭിവന്യ ജോയി ആലപ്പാട് പിതാവിനെയും ഞങ്ങളുടെ ആനിമേറ്ററായ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും മിസ്യോയുടെ അമ്മയായ ആലീസ് ചേച്ചിയെയും മറ്റുള്ള ശുശ്രൂഷകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. 10 ആഴ്ച നീളുന്ന ഈ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഓൺലൈൻ മാധ്യമമായ സൂം പ്ലാറ്റ്ഫോം സ്പോൺസർ ചെയ്തിരിക്കുന്ന നവീൻ ജോസിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. സാങ്കേതികമായ യാതൊരു തടസ്സങ്ങൾ കൂടാതെ ഈ ശുശ്രൂഷകൾ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നായി തീർത്ത ത്രിയേക ദൈവത്തിന് നന്ദി. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതെ, ദൈവം നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാക്കിയിരിക്കുന്നു. മിസ്സിയോയുടെ ആപ്തവാക്യമായ ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അന്വർത്ഥമാകുവാൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് അടുത്ത ഒരു ബാച്ചിനും കൂടി തുടക്കം കുറിക്കുവാൻ കൃപ നൽകിയ ദൈവത്തിന് കോടാനുകോടി നന്ദി. ജപമാല സമർപ്പണത്തിലൂടെ നമ്മുടെ ഈ കൂട്ടായ്മയെ പരിശുദ്ധ മേടകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ജോൺ ചിക്കൂട്ടിച്ചേട്ടനും കുടുംബത്തിനും ഒത്തിരി നന്ദി. മനോഹരമായ ഗാനം നമുക്കായി ആലപിച്ച സെലിൻ ചേച്ചിക്ക് നന്ദി. ദൈവവചനമാകുന്ന ജീവന്റെ വിത്ത് നമ്മുടെ ഹൃദയമാകുന്ന വയലുകളിലേക്ക് പകർന്നു തന്ന മേഴ്സി ചേച്ചിക്ക് നന്ദിയുടെ നറുമരലുകൾ നേറുന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ ഇടയൻ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഷംഷാദ്ബാദ് രൂപതയുടെ പിതാവായ മാർ പ്രിൻസ് ആന്റണി പാണങ്ങേടനെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ പിതാവുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആനിമേറ്ററും പ്രിയങ്കരനുമായ റവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ആലിസ് ഊട്ടി ആന്റിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോയെ നയിക്കാൻ നമ്മുടെ ഒപ്പമായിരിക്കുന്ന ടോമിച്ചൻ ചേട്ടനെയും കോർഡിനേറ്റേഴ്സ്, റിസോഴ്സ് ടീം മെമ്പേഴ്സ്, മെന്റേഴ്സ് എല്ലാവരെയും ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിന്റെ മുഖ്യ ഘടകങ്ങളായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനുമായി നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നായി തീരുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ നമ്മുടെ 19ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ഫാദർ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ നടത്തുന്ന മിഷണറി ട്രെയിനിങ് പ്രോഗ്രാമിലെ ധാരാളം പേര് സംബന്ധിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ട്. പുതുതായിട്ട് ഒരു ബാച്ച് അവർ ട്രെയിനിങ്ങിനെ ആരംഭിക്കുകയാണ്. സർവ്വനന്മകളും ദൈവാനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുന്നു. അൽമായയുടെയും മറ്റും നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാം ഒരുപാട് അനുഗ്രഹീതമാകട്ടെ, സഭയുടെ അജപാലന ശുശ്രൂഷയിലും മിഷൻ പ്രവർത്തനങ്ങളിലും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹത്തോടെ തട്ടിൽ പിതാവ്. തന്റെ ഔദ്യോഗികവും ആത്മീയവുമായ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ച പിതാവിനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി നമുക്ക് മെന്റേഴ്സിന്റെ ഷെയറിംഗ് ശ്രദ്ധിക്കാം. അവരുടെ ജീവിതത്തിൽ മിസ്സിയോ എങ്ങനെ അനുഭവവേദ്യമായി എന്ന് നമ്മളോട് പങ്കുവെക്കാനായി എത്തുന്നു ടെസി മാത്യു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ടെസി മാത്യു. ഞാൻ KSFയിൽ നിന്നും റിട്ടയർ ചെയ്ത ചീഫ് മാനേജർ. എൻ്റെ വീട് തൃശ്ശൂരിൽ, തൃശ്ശൂർ രൂപതയിലെ അയ്യന്തോൾ സെന്റ് മേരീസ് അസംഷൻ ചർച്ച് ഇടവകാംഗമാണ്. ഭർത്താവ്, ഒരു മകൻ, മരുമകൾ, 2 പേരക്കുട്ടികൾ എന്നിവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മിസ്സിയോ 14ാം ബാച്ചിലാണ് ഞാൻ ആദ്യമായി ജോയിൻ ചെയ്തത്. ആദ്യം തന്നെ മിസ്സിയോയുടെ 14ാം ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഭാഗ്യം തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ 1000
സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. ഞാൻ അറിയാതെ തന്നെ എന്നിൽ ഒരു വല്ലാത്ത വചനദാഹം ഉടലെടുത്തപ്പോഴായിരുന്നു മിസ്സിയോയെ കുറിച്ച് ഞാൻ കേൾക്കാനിടയായത്. മിസ്സിയോയിൽ എന്താണ് പഠിപ്പിക്കുന്നത്, ധ്യാനമാണോ ക്ലാസ് ആണോ എന്നൊന്നും അറിയാതെ തന്നെ എന്നിലുള്ള ആ വചനദാഹത്താൽ വളരെ താല്പര്യത്തോടെ ഞാൻ അതിൽ ചേരാൻ ദൈവം എന്നെ ഒരുക്കി. സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മിസ്സിയോയിൽ പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യവും സന്ദേശങ്ങളും വളരെ കൃപ നിറഞ്ഞതായിരുന്നു. ദിവസേനയുള്ള വചനവിചിന്തനവും ധ്യാനവും എന്നെ ഏറ്റവും അധികം ആകർഷിക്കുകയും സ്വാധീനിക്കുകയും അതിലൂടെ ആത്മീയ അറിവും സംതൃപ്തിയും ലഭിക്കുകയുണ്ടായി. ഒത്തൊരുമയോടെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും സൗഹൃദത്തോടും കൂടിയ ഒരു കൂട്ടായ്മയാണ് മിസ്സിയോ എന്ന് ഞാൻ മനസ്സിലാക്കി. വളരെ ചെറുപ്പത്തിൽ, അതായത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണത്തിന് മുന്നോടിയായി പ്രാർത്ഥനകളും നമസ്കാരങ്ങളും പഠിപ്പിച്ചു തന്നിരുന്നത്. ചെറിയ പ്രായമായതിനാൽ അതിൻ്റെ അർത്ഥങ്ങളോ ആഴങ്ങളോ സത്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ കാണാതെ പഠിക്കുകയായിരുന്നു. അതിനാൽ യാന്ത്രികമായിട്ടാണ് ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നതും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നതെന്ന് ഇന്ന് ഈ മിസ്സിയോയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, ആരാധന എന്നിവയിലും വചനം വായിക്കുമ്പോഴും എല്ലാം പ്രാർത്ഥനകളുടെയും എല്ലാം അർത്ഥങ്ങളും ആഴങ്ങളും സത്യങ്ങളും ഹൃദയത്തിൽ മനസ്സിലാക്കി അതിൽ ലയിച്ച് പങ്കുചേരാൻ ഈ അറിവുകൾ എന്നെ ഒത്തിരി സഹായിക്കുന്നു. 14ാം ബാച്ചിൽ ചേർന്നതിന് ശേഷം മിസ്സിയോയുടെ കറുകുറ്റിയിലുള്ള മിസ്സിയോ ഭവനില് 6 ദിവസം താമസിച്ചിട്ടുള്ള ഫിസിക്കൽ കോഴ്സും കൂടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം 15, 16, 17, 18 ബാച്ചുകളിൽ ഞാൻ മെന്ററായി സേവനം ചെയ്തു പോരുന്നു. ഈ 19ാം ബാച്ചിലും ഞാൻ മെന്ററായി സേവനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ ഓരോ ബാച്ചിലെയും എൻ്റെ സബ് ഗ്രൂപ്പ് കൂട്ടായ്മയിലെ ഓരോ മക്കളെയും ആത്മീയമായി ഉണർത്തുവാനും വളർത്തുവാനും ദൈവം എന്നെ നിയോഗിച്ച അവസരങ്ങളായിരുന്നു അത്. ദിവസേനയുള്ള ആ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഉൾക്കാഴ്ച പങ്കുവയ്ക്കുകയും കൂടെയുള്ളവരുടെ ഉൾക്കാഴ്ചകൾ കേൾക്കുമ്പോഴും അവരോടൊത്ത് ഞാനും ആത്മീയമായി വളരുകയായിരുന്നു. ഗ്രൂപ്പിലുണ്ടായിരുന്നവർ ചിലർ ആദ്യമൊക്കെ ഡ്യൂട്ടികൾ ഏറ്റെടുക്കാൻ ഉൾവലിഞ്ഞെങ്കിലും 2 or 3 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ആത്മാവിൽ പ്രേരിതരായി സ്വയം മുന്നോട്ട് വന്ന് ഡ്യൂട്ടികൾ ഏറ്റെടുക്കുന്നതായി കാണാൻ സാധിച്ചു. അതുപോലെ വചനത്തിന്റെ ഉൾക്കാഴ്ച പങ്കിടാൻ അറിയാതിരുന്നവർ പേഴ്സണലായി എന്നെ വിളിച്ച് അത് അറിയിക്കുകയും അവർക്ക് ആത്മധൈര്യവും കൊടുത്ത് വളർത്താൻ എന്നെ ദൈവം ഇടയാക്കി. പിന്നീട് അവർ നല്ല രീതിയിൽ വചനവിചിന്തനം പങ്കുവെക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരോടൊപ്പം ഞാനും വളരെയധികം സന്തോഷം എനിക്കും തോന്നുന്നു. അതുപോലെ തന്നെ പ്രയർ പാർട്ട്നേഴ്സിനെ വിളിച്ച് സൗഹൃദത്തിലാവുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ കൈമാറുമ്പോഴും വളരെ സംതൃപ്തി ലഭിച്ചിരുന്നതായി അവരറിയിക്കുമ്പോൾ ഞാനും അതിൽ വല്ലാതെ സന്തോഷിക്കുന്നു. ഗ്രൂപ്പിലുള്ള എല്ലാവരെയും സ്വന്തം പോലെ കാണാനും അവരുടെ സംശയങ്ങൾ നിവൃത്തീകരിച്ച് അവരെ ധൈര്യപ്പെടുത്തി ആത്മീയമായി വളർത്തുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അവരിലുള്ള ആത്മീയ മാറ്റം, പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അനുഭവങ്ങൾ, അവരുടെ സാക്ഷ്യം എന്നിവയെല്ലാം കേൾക്കുമ്പോൾ എനിക്കും വളരെയധികം സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു. മിസ്സിയോയിൽ വന്നതിന് ശേഷമാണ് ആത്മീയത എന്താണെന്ന് എനിക്ക് മനസ്സിലായതും ആത്മീയതയിൽ വളരുവാൻ എന്നെ സഹായിച്ചതും. യേശു രക്ഷകനാണെന്ന് അറിയാമെങ്കിലും യേശുവിന്റെ കുരിശുമരണത്തിന്റെയും തിരുരക്തത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പ്രാധാന്യവും എൻ്റെ വ്യക്തി ജീവിതത്തിലെ രക്ഷയുടെ അനുഭവവും മനസ്സിലായത് 7 നിത്യസത്യങ്ങളിലൂടെയുള്ള ആ അറിവിലൂടെയാണ്. ഇതിലൂടെ എന്നിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ഭയമില്ലാതെ ആകുലതകളില്ലാതെ ജീവിക്കുവാൻ ആത്മാവ് എന്നെ നയിക്കുന്നു. മിസ്സിയോയിലൂടെ ലഭിച്ച അറിവിനാൽ ആത്മാവിൽ ദരിദ്രയായി ജീവിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15ാം അധ്യായം 16 പറയുന്നത് പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തുതി. താങ്ക് യു ടെസ് ചേച്ചി. ഡോക്ടർ ആൻമിയെ സ്വാഗതം ചെയ്യുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ ആൻമി അവരാച്ചൻ. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. ഞാൻ പാലായിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ തൊടുപുഴയിൽ താമസിക്കുന്നു. ഭർത്താവ് കൊച്ചി ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി വർക്ക് ചെയ്യുന്നു. മക്കൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:12. ഈ വചനത്തിലൂടെ ദൈവം നമുക്കൊപ്പം ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനമാണിത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഊർജം തരുന്ന വചനഭാഗമാണിത്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതേ കൂട്ടുകാരെ, ഈ വചനമാണ് എൻ്റെ മിശിയോ അനുഭവം. ഞാൻ മിശിയോയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഇടവക പള്ളിയിലെ ഒരു ചേച്ചി വഴിയാണ്. ആദ്യം എനിക്ക് ഒരു സംശയമായിരുന്നു. കാരണം എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കുവാൻ പറ്റുമോ എന്നത്. പിന്നീട് ചേച്ചി ഈ കോഴ്സിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തന്നപ്പോൾ എൻ്റെ ആഗ്രഹത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ കോഴ്സ് എന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ എന്നെ ഈ പ്ലാറ്റ്ഫോം സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കോഴ്സിൽ ചേർന്നു. ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ അന്ന് ഉണ്ടായിരുന്ന മെന്റേഴ്സ് ബിജു ചേട്ടനും ജോസി ചേച്ചിയും എന്നെ ലീഡറാക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാര് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്നെ ലീഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കോഴ്സ് കൂടുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ എന്നെ പിടിച്ചു നിർത്തിയ വചനമാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ഉള്ള വചനം. 7 നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിൽ എന്നെ ഏറെ സ്പർശിച്ച ക്ലാസ്സാണ് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ക്ലാസ്. എല്ലാ ദിവസവും ഇടുന്ന വചന വിചിന്തനങ്ങളും എന്നെ വചനത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഈശോയെ കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനും എല്ലാത്തിനും ഉപരി ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുവാനും എനിക്ക് ഈ കോഴ്സിലൂടെ സാധിച്ചു. വചനം പ്രഘോഷിക്കാൻ കൂടുതൽ ധൈര്യം തന്നു ഈ കോഴ്സ്. ആത്മീയമായി ക്ഷീണിച്ചിരുന്ന എന്നെ ആത്മാവിൽ കൂടുതൽ ശക്തിയാക്കി. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഭംഗിയായി എൻ്റെ ലീഡർ സ്ഥാനം ഞാൻ നിറവേറ്റി. അതിനുശേഷം എനിക്ക് ദിവ്യം ചാരിറ്റി ട്രസ്റ്റിന്റെ ഒരു ഭാഗമാകാൻ പറ്റി. മൈലക്കൊമ്പ് എന്ന സ്ഥലത്താണ് ആ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ 200-ൽ കൂടുതൽ പ്രായമുള്ളവരുണ്ട്, അനാഥരുണ്ട്, വിധവകളുണ്ട്. അവരോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ വിഷമങ്ങൾ എത്ര നിസ്സാരമാണെന്ന്. ആ വിഷമങ്ങളിലേക്ക് എനിക്ക് എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ ഈശോയെ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പോസിറ്റീവ് ഔട്ട്കം എന്നത് ഞാൻ കണ്ടത് ജാതി മത ഭേദമന്യേ അവിടെ പല ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ബൈബിൾ അല്ലെങ്കിൽ നമ്മുടെ വചനം വായിക്കുന്നു എന്നതാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ അവർ ബൈബിൾ വായിക്കുവാനുള്ള ഒരു പ്രേരണ അവർക്ക് കിട്ടി എന്നതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. വചനത്തെ അറിയുവാനും വചനത്തെ പ്രഘോഷിക്കുവാനും വചനത്തിനു വേണ്ടി മരിക്കുവാനും ഈ നിത്യസത്യങ്ങൾ നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് ആമേൻ. താങ്ക് യു ഡോക്ടർ ആൻമി. തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവവചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നും എന്തൊക്കെ പരിവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുമെന്നും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കി തന്ന ടെസി ചേച്ചിക്കും ഡോക്ടർ ആൻമിക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ. ആശംസാ സന്ദേശത്തിനായി മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന കടമയാണ്. ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കി നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായി പരിശീലനം നേടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പരിശീലനത്തിന് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഈ അവസരത്തിൽ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് 2-3 ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 900-ാമത്തെ ഖണ്ഡിക വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസയിൽ നിന്നാണ്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ കടമ മാത്രമാണ് എന്ന്.
പക്ഷേ സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് പുരോഹിത പട്ടത്തിൽ നിന്നോ സന്യാസ ജീവിതത്തിൽ നിന്നോ അല്ല, മറിച്ച് മാമോദീസയിൽ നിന്നാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കാറ്റഗിസം കാത്തലിക് ചർച്ച് 1816 ഖണ്ഡിക പഠിപ്പിക്കുന്നു, നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം കേൾക്കുകയും സുവിശേഷമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ പോരാ, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കണം. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങളിൽ ഈശോ പറഞ്ഞു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ അംഗീകരിച്ചാൽ സ്വർഗസ്വനായ പിതാവിന് മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞാൽ സ്വർഗസ്വനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളി പറയും. അപ്പോൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ഈശോയെ ഏറ്റുപറയണം. സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈശോവിന് സാക്ഷ്യം കൊടുക്കണം. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിലെനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കാത്തവർക്ക് ദുരിതം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നെക്കുറിച്ചോ എൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ലജ്ജിച്ചാൽ മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും സ്വർഗദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ച് ലജ്ജിക്കും. അപ്പോൾ ഈശോയെക്കുറിച്ചോ ഈശോയുടെ വചനത്തെക്കുറിച്ചോ നാം ലജ്ജിക്കരുത്. സുവിശേഷം നാം പ്രഘോഷിക്കണം. ആരാണ് പ്രഘോഷിക്കേണ്ടത്? സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും പ്രഘോഷിക്കണം. ഈശോ 12 അപ്പസ്തോലന്മാരെ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിനായി അയച്ചത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ഈശോ വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഈ 2 പേരായി അയക്കുന്നു. വേറെ എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. കാരണം അതിനു മുമ്പ് മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സുവിശേഷകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേറെ എന്ന് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ 12 ശിഷ്യന്മാരെ അയക്കുന്നതിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാം. 10-ാമത്തെ അധ്യായത്തിലാണ് ലൂക്കാസ് സുവിശേഷകൻ വേറെ 72 പേരെ എന്ന് പറഞ്ഞിട്ട് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ 9-ാമത്തെ അധ്യായത്തിലെ 12 പേര് അപ്പസ്തോലന്മാർ 10-ാമത്തെ അധ്യായത്തിൽ ആ 72 പേരിൽ ഇല്ല. അവർ വേറെ 72 പേരാണ്. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈശോ അപ്പസ്തോലന്മാരെ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിന് അയച്ചത്, മറ്റു ശിഷ്യന്മാരെയും സാധാരണ വിശ്വാസികളെയും സാധാരണ ഈശോയെ പിന്തുടരുന്നവരെയും ഈശോ ഈ ദൗത്യത്തിന് അയച്ചിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാരും മെത്രാന്മാരും വൈദികരുമൊക്കെ ആ 12 എന്ന ഗണത്തിൽ പെടുന്നുവെങ്കിൽ സാധാരണ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവർ 72 എന്ന ഗണത്തിൽ പെടുന്നു. 12 പേരെ ഈശോ അയച്ചിട്ടുണ്ട്, 72 പേരെയും ഈശോ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോ എല്ലാവരെയും സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ദൗത്യം തിരിച്ചറിഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. 140 കോടി ജനമുള്ള ഭാരതത്തിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാമോദീസയിലൂടെ സുവിശേഷ പ്രഘോഷണം ചെയ്യുക എന്ന ദൗത്യവും കർമ്മവും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെ നയിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവവചനങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് എല്ലാവർക്കും ദൈവം മുന്നോട്ട് പോകാനുള്ള കൃപ നൽകട്ടെ. ഫാദർ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും സുവിശേഷ പ്രഘോഷണം ഒരു ഉത്തരവാദിത്വവും കടമയുമായി മാറാനിടയാകട്ടെ. നമ്മൾ ഈശോയെ പ്രഘോഷിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ദൈവപിതാവിന്റെ തിരുമുമ്പിലും ഏറ്റുപറയും. നമുക്ക് വേണ്ടി നിത്യജീവിതം നമ്മൾ സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഈശോയും കൂടെ ഉണ്ടാകും. തന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെച്ച് നല്ലൊരു സന്ദേശം നമുക്കായി നൽകിയ മാർ പ്രിൻസ് ആന്റണി പാണങ്ങേട അച്ഛനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു.
മിസിയോ എക്സ്പീരിയൻസ് നമ്മളുമായി പങ്കുവെക്കുവാൻ മിനി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് മിനി. ഞാൻ ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഇടവക സെന്റ് മേരീസ് ഫൊറോന ചർച്ചാണ്, കാഞ്ഞിരപ്പള്ളി രൂപത. ഞാൻ എൻ്റെ വീട്ടിൽ ചാച്ചനും അമ്മയും ഞങ്ങൾ 6 മക്കള് അടങ്ങുന്ന കുടുംബമാണ്. ഞാൻ സിംഗിളാണ്. അവർക്ക് വിവാഹം കഴിച്ച് ഓരോ വീടുകളിൽ താമസിക്കുന്നു. ഞാൻ കുടുംബത്തിന്റെ ചാച്ചന്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കി, അവരുടെ ഉത്തരവാദിത്തമൊക്കെ നോക്കി ഇങ്ങനെ പോവുമായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 5 മാസം മുമ്പ് എൻ്റെ ചാച്ചൻ മരിക്കുന്നത്. അപ്പോൾ ചാച്ചന്റെ 41 കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓരോ വഴി പോയി, അവരവരുടേതായ വഴിയിലേക്ക് അവർ പോയി. അപ്പോൾ ശരിക്കും ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് ഇരുട്ടൊക്കെ ഭയങ്കര ഭയമുള്ള ആളായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി, ലിസ് ചേച്ചി എന്നോട് പറയുന്നത്, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് മിസിയോ. അപ്പൊ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഞാൻ അതിനകത്ത് ചേർന്നു കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ വേണമെന്ന് പറയുന്നത്. ഫോട്ടോ വേണം, അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭംഗിയില്ലാത്ത ഈ മുഖമൊക്കെ മറ്റുള്ളവർ കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കുമ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും വേണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ലെഫ്റ്റായി. ആ സമയത്താണ് എന്നെ ജോയിസ് ചേച്ചി വിളിക്കുന്നത്. ചേച്ചി ഇതിന്റെ മെൻറ്ററാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും എന്നെ വിളിച്ച് അഡ്രസ്സ് മാത്രം മതി, ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മടിച്ചിരിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ കൂടിയില്ല, പിന്നത്തെ ക്ലാസ്സിലാണ് ഞാൻ കയറുന്നത്. എനിക്ക് ശരിക്കും നല്ല പനിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറയാനായിട്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം പിന്നെ 2ാമത്തെ ക്ലാസ്സിലാണ് കയറുന്നത്. അപ്പം വേർഡ് ഓഫ് ദ ഡേ ചെയ്യണം, സബ് ഗ്രൂപ്പിൽ ഓരോ വചനങ്ങൾ വായിച്ചിട്ട് വ്യാഖ്യാനങ്ങളൊക്കെ ഇടണമെന്ന് പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജോയിസ് ചേച്ചി തന്നെ എന്നോട് പറയുന്നു, ഇനി കിട്ടുന്ന ബോധ്യങ്ങൾ ഇട്ടാൽ മതിയെന്ന്. പിന്നെ എനിക്കത് വലിയ ഇഷ്ടമായി. കാരണം വേർഡ് ഓഫ് ദ ഡേ ചെയ്തു, ഗ്രൂപ്പിൽ MCI, അങ്ങനെ ഓരോ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. കാരണം സങ്കടമില്ല, നിരാശയില്ല, വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ഇതിനകത്തായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നിത്യസത്യങ്ങളെ കുറിച്ചുള്ള അറിവ് ആദ്യമായിട്ടായിരുന്നു. ഞാൻ കരുതിയിരുന്നത് 10 പ്രമാണങ്ങളൊക്കെ പാലിച്ചങ്ങ് പോയാൽ മതി, അതൊക്കെയുള്ളു പാവമെന്ന്. പക്ഷെ ഈ പാവാവസ്ഥയെ കുറിച്ച്, ദൈവം സ്നേഹമാണ്, ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വീണ്ടും രക്ഷിച്ചു. പക്ഷെ ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ പാവാവസ്ഥയിൽ ആയിരുന്നാൽ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പാവത്തെക്കുറിച്ച് ശരിക്കും എനിക്കൊരു ബോധ്യം ഉണ്ടായി. അപ്പം എന്നിലുള്ള ദേഷ്യം, വെറുപ്പ്, അസ്വസ്ഥത, ആകുലത, അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മാറി. ഈശോയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. യാതൊരു പരാതിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, വചനം കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, വചനം ജീവിക്കണം. നമ്മുടെ കഴുത്തിലെ കൊന്തയോ കയ്യിലെ കുരിശോ ഒക്കെ കണ്ടിട്ടല്ല ഒരാൾ നമ്മളെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരം, അങ്ങനെയൊക്കെ കണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ശരിക്കും വചനം ജീവിക്കണം എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു കറുകുറ്റിയിലെ മിസിയോ ഫാമിലിയിൽ പോകണമെന്ന്. അങ്ങനെ കഴിഞ്ഞ മാസം എനിക്ക് അവിടെ പോകാനായിട്ട് ദൈവം വലിയൊരു അനുഗ്രഹവും കൃപയും ഒക്കെ തന്നു. ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട് എനിക്ക് തൊടുപുഴ വരെ എത്തിയാൽ മതിയായിരുന്നു. ഞാനൊരു 10 വർഷം കൂടിയാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നത്. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പം സഹോദരൻ നമ്മുടെ ടോജി എന്നെ അവിടുന്ന് അങ്കമാലി വരെ എത്തിക്കുകയും മിസിയോ ഫാമിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. തിരിച്ച് എൻ്റെ അടുത്ത ഇടവകയിലെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം ആന്റി ചേട്ടനാണ് എന്നെ തിരിച്ചു ഇങ്ങോട്ട് വന്ന് എൻ്റെ വീട്ടിൽ വരെ എനിക്ക് എത്താനായിട്ട് സാധിച്ചു. യാത്രകളൊക്കെ ദൈവം വലിയ ഒരു കരുണയോടെ എന്നെ കൊണ്ടുവന്നെത്തിച്ചു. അവിടെ ചെന്നപ്പോഴും ഞാൻ കാണാൻ സാധിച്ചത്, സാധാരണ ധ്യാന സെന്ററിലൊക്കെ ചെന്നാൽ ആൾക്കാർ, അവിടുത്തെ ധ്യാന ഗുരുക്കളും അവിടുത്തെ ആൾക്കാരൊക്കെ പ്രത്യേക മുറിയിലിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. എന്നാൽ ഇവിടെ എല്ലാം വ്യത്യസ്തമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. വലിയൊരു കുടുംബത്തിന്, നല്ലൊരു കൂട്ടുകുടുംബം പോലെ നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിന്റെ മുട്ടിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സ്റ്റെപ്പൊക്കെ കയറാൻ. എന്നാൽ എനിക്ക് ആ സ്റ്റെപ്പൊക്കെ കയറാനും എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കും. പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ആര്യസൂട്ടി ആന്റിയും അവിടുത്തെ ബാക്കി എല്ലാ ക്ലാസ് എടുക്കുന്ന എല്ലാവരും ഒരാളെ പോലും മാറ്റി നിർത്തിയല്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പള്ളിയിൽ ബൈബിള് വായിക്കുന്നത്. പക്ഷെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
അതിന് എനിക്കൊരു അവസരം തന്നു. അതുപോലെ മൈക്ക് പിടിച്ചാരുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ആളല്ലായിരുന്നു. എല്ലാ കാര്യത്തിലും ഏറ്റവും പുറകെ നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. കാരണം എനിക്ക് അവിടെ ഈ മിസ്യോയിൽ ചേർന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനിന്നും നിരാശയില് ഏത് അവസ്ഥയിലായി പോകുമായിരുന്നെന്ന് എനിക്കറിയില്ല. ഇന്ന് എനിക്ക് എല്ലാ കാര്യത്തിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു, സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ പോരെ, ഈ അത്രമാത്രം എന്ത് വലിയൊരു കരുണയാണ് കാണിക്കുന്നത്. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ദൈവത്തിന്റെ ഓരോ വാക്കുകള് ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ മിസ്യോയിലൂടെയാണ് ഇതൊക്കെ എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിരാശയോ അസ്വസ്ഥതയോ വേദനകളോ സങ്കടമൊന്നുമില്ല. കാരണം എന്റെ ദൈവത്തിനെല്ലാം അറിയാമല്ലോ, ദൈവം നടത്തിക്കോളും. അതുപോലെ ആര്യസൂട്ടി ആന്റിയും ആ ടീമിലുള്ള എല്ലാ അംഗങ്ങളും ഞാൻ ഒത്തിരിയേറെ എല്ലാവരോടും നന്ദി പറയുകയാണ്. എല്ലാവരുടെയും ആ വലിയ ഒരു കൂട്ടായ്മയിലാണ് എന്നെപ്പോലെ ഒരുപാട് മക്കൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. കാരണം ജീവിതത്തിൽ ഓരോ കുടുക്കുകളിൽ പെട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നവർക്ക് ഈ ഒരു കോഴ്സ് വലിയ അനുഭവമാണ്, അനുഗ്രഹമാണ്. സ്തുതിയായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു മേരി ചേച്ചി. അടുത്തതായി റോസ് മേരി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസ്മേരി. പുനലൂർ രൂപതയിലെ പത്തനാപുരം സെന്റ് ആൻസ് ഇടവകയിലെ അംഗമാണ്. ജീവിത പങ്കാളി 2 ആൺമക്കൾ. മൂത്ത മകൻ വിവാഹിതനാണ്. അവനൊരു മകനുണ്ട്. ഇളയ മകൻ അവിവാഹിതനാണ്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം പുനലൂർ സോണിലെ മുൻ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. ലൂക്ക 24:31 അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ മിസ്യോ കോഴ്സിൽ പങ്കെടുത്തപ്പോൾ എന്നിലും സംഭവിച്ചത്. ദൈവത്തിന്റെ വിളിയോട് ഞാൻ ക്രിയാത്മകമായി പ്രതികരിച്ചപ്പോൾ ദൈവം എന്നെ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് എന്ന ബോധ്യം എനിക്കുണ്ടായി. മിസ്യോയുടെ 15, 16, 17, 18 ബാച്ചുകളിൽ ഞാൻ പങ്കെടുത്തു. കൂടാതെ പത്തനാപുരം സെന്റ് സേവിയേഴ്സ് ആനിമേഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട ഫിസിക്കൽ കോഴ്സിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. 2 പ്രാവശ്യം ക്യാൻസർ വന്ന വ്യക്തിയാണ് ഞാൻ. 26 റേഡിയേഷൻ, 27 കീമോ എടുത്തിട്ടുണ്ട്. 18ാമത്തെ ബാച്ചിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് 4th സ്റ്റേജ് ലങ്സ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ലിവറിലും പ്രശ്നമുണ്ടായിരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ RCCയിലായിരിക്കും. ശനിയാഴ്ച വീട്ടിൽ വരും, ഈ ക്ലാസ്സിൽ പങ്കെടുക്കും. ഞായറാഴ്ച ഈ ഫുൾ ക്ലാസ്സിന്റെ വീഡിയോ കിട്ടുമ്പോൾ ഞാനത് എഴുതിയെടുക്കുമായിരുന്നു. സബ് ഗ്രൂപ്പിൽ പങ്കെടുക്കും, വചനവിചിന്തനം ചെയ്യുമായിരുന്നു. മുടക്കം കൂടാതെ ഞാൻ ചെയ്യുമായിരുന്നു. 7 നിത്യസത്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ജെറമിയ 31:3 നിന്റെ പേര് എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്നിലും സംഭവിച്ചത്. 18ാമത്തെ ബാച്ചിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ അറിയിപ്പുണ്ടായി, പത്തനാപുരം സെന്റ് സേവിയേഴ്സ് ആനിമേഷൻ സെന്ററിൽ വെച്ച് മിസ്യോയുടെ ഫിസിക്കൽ കോഴ്സ് നടത്തപ്പെടുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തു, പങ്കെടുത്തു. അപ്പോഴും ഞങ്ങൾക്കൊരു ഉടുപ്പ് തന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങള്, സങ്കടങ്ങള്, സന്തോഷങ്ങള്, പാവാസം എന്ത് തന്നെയായാലും അത് നിങ്ങൾ ആ ഉടുപ്പിൽ എഴുതി വെക്കുക. ഞാനും എഴുതി വെച്ചു. പിറ്റേ ദിവസം ആരാധന ശുശ്രൂഷയിൽ ഈശോയുടെ കുരിശിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അതിനുശേഷം എനിക്ക് ലഭിച്ച ആ മനസ്സമാധാനം, ആ സന്തോഷം, അത് പങ്കുവയ്ക്കാൻ പോലും കഴിയുകയില്ല. ആ കോഴ്സിന്റെ അവസാനത്തിൽ മിസ്യോ ടീമിനോടൊപ്പം എനിക്ക് മിസ്യോ ഭവനിൽ പോകാനുള്ള ഭാഗ്യവും ലഭിച്ചു. ആനിമേറ്റർ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛനും എനിക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. മിസ്യോ ഭവനിലെത്തിയപ്പോൾ മിസ്യോ ടീമും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ആലിസൂട്ടി ആന്റിയോടൊപ്പം ആ മിസ്യോ ഭവനിൽ താമസിക്കുവാനും പിറ്റേ ദിവസം എമ്മൗസിൽ മുൻ കോർഡിനേറ്റേഴ്സിന്റെയും മുൻ KCC മെമ്പേഴ്സിന്റെയും സംഗമത്തിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. 18ാമത്തെ ബാച്ചിൽ
പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് 4th സ്റ്റേജ് ലങ്സ് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. നവംബർ 21-ാം തീയതി പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ റിസൾട്ട് വന്നു, എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്ന്. റോമ 8:35 ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നും അകറ്റി നിർത്തുന്നില്ല. രോഗമായാലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നില്ല. ഈ കോഴ്സിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അതെന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം സംഭവിക്കുക തന്നെയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. വചനം ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു കോഴ്സാണിത്. വചനം കീറിമുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി അത് പങ്കുവയ്ക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, അത് എത്ര മഹത്തരമാണെന്നറിയാമോ? അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കോഴ്സിൽ പാപാവസ്ഥയുടെ ക്ലാസ്സാണ്. ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായി ചെയ്തുപോയ പാപങ്ങളെല്ലാം ഒരു കടലാസിൽ എഴുതി വൈദികന്റെ അടുത്ത് പോയി കുമ്പസാരിച്ചപ്പോൾ കിട്ടിയ ഫ്രീഡം, സന്തോഷം, സമാധാനം അതൊരിക്കലും പങ്കുവയ്ക്കാൻ കഴിയില്ല. അത്രമാത്രം മഹത്തരമായിരുന്നു അത്. അതുപോലെ തന്നെ ഈ കോഴ്സിലെ ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന വളരെ വലിയ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. പ്രയർ പാർട്ട്നേഴ്സിനെ വിളിക്കുമ്പോഴും അവരുമായി പ്രാർത്ഥിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും കിട്ടുന്ന ആ വലിയ സന്തോഷം എനിക്ക് അത് വളരെ വലിയ ഒരു അനുഭവമായി തീർന്നു. 18-ാമത്തെ ക്ലാസ്സിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് ലഭിക്കുകയുണ്ടായില്ല. എന്നാൽ പിന്നീട് അത് കിട്ടിയപ്പോഴ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ക്ലാസ്സിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകമായിരുന്നു. എൻ്റെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ എനിക്കിന്ന് സാധിക്കുന്നുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം വളരെ കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണിത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ. താങ്ക് യു റോസ്മേരി ചേച്ചി. അടുത്തതായി ജെസിക ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇവിടെ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഈ ഇനാഗുറൽ സെക്ഷനിൽ നിൽക്കുന്നത്. അതിന് എന്നെ അനുവദിച്ച ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജെസിക്ക. ഞാൻ 18-ാം ബാച്ചിലെ സബ് ഗ്രൂപ്പ് 8-ലെ അംഗമായിരുന്നു. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലെ ചുള്ളിക്കൽ എന്ന സ്ഥലത്താണ്. കൊച്ചി രൂപതയിലെ ഏറ്റവും വലിയ ഇടവകളിലൊന്നായ നസ്രത്ത് തിരുകുടുംബ ദേവാലയത്തിലെ കുടുംബാംഗമാണ് ഞാൻ. ഭർത്താവ് സേവ്യർ, ബിൽഡിംഗ് കോൺട്രാക്ടർ, 3 മക്കൾ. ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ആയിട്ട് 2 വർഷമായി. ഇപ്പോൾ ഇടവകയിൽ മതാധ്യാപികയായിട്ട് സേവനം ചെയ്യുന്നു. മിസിയോ പ്രാരംഭ പരിശീലന കോഴ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ്, അതായത് 2019 മേയിൽ എനിക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന മാരകമായ ക്യാൻസർ പിടിപെട്ടു. ചികിത്സ ആരംഭിച്ചു. ആദ്യത്തെ 2 മാസം വളരെ പ്രയാസത്തിലായിരുന്നു. രക്ഷപ്പെടുമോ തന്നെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായിരുന്നു ദൈവത്തിന്റെ. ഈ സാധനം ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് എന്നെ കൂടുതൽ അറിയാനായിട്ടും എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ആ ഉൾവിളി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന്, അത് എൻ്റെ ക്ഷേമത്തിനാണ്, നാശത്തിനല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ സഹനം, എൻ്റെ ഈ രോഗം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. അപ്പോൾ ഏകദേശം 2.5 വർഷത്തോളം നീണ്ടു നിന്ന ചികിത്സയ്ക്കൊടുവിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഇപ്പോൾ 4 വർഷമായി ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. അപ്പൊ ഞാൻ ഈ 2.5 വർഷക്കാലം ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ആ ദൈവാനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ യേശുവിനെ അറിയാത്തവരോട് സുവിശേഷം പ്രഘോഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ പറയണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും ഒരു രൂപം ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഈ ആഗ്രഹം തീവ്രമായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ഈ വചനം പ്രഘോഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത്. അതിപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ദൈവത്തിനോട് തന്നെ അഭ്യർത്ഥിച്ചു. അപ്പൊ ദൈവം എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് എൻ്റെ കാറ്റഗിസം മെച്ചമായ മിനി ടീച്ചർ എനിക്ക് മിസിയോടെ ഈ ലിങ്ക് അയച്ചു തരികയും ചെയ്തു. അപ്പൊ ഈ ലിങ്ക് അയച്ചപ്പോൾ ഇത് സൗജന്യ കോഴ്സാണ്. സൗജന്യ കോഴ്സാണല്ലോ, അപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നിത്യസത്യങ്ങൾ ഉണ്ട്. അതിൽ എനിക്കിത് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു.
10 ആഴ്ച. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഇത് ഈ കോഴ്സ് കൂടിയപ്പോൾ. കാരണം നിത്യേനയുള്ള വചനങ്ങൾ, അതുപോലെ 10 ആഴ്ച നീണ്ടിരുന്ന ഈ ക്ലാസ് ഓരോ ആഴ്ചയും ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് വചനങ്ങൾ നൽകുകയും അതിന് വിചിന്തനം നൽകുകയും ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും വിചിന്തനം നടത്തുകയും ചെയ്യും. അത് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. കൂടാതെ ഓരോ ശനിയാഴ്ചയും ആ വിഷയത്തിനെ കുറിച്ച് പ്രധാന ഗ്രൂപ്പിൽ, മെയിൻ ഗ്രൂപ്പിൽ ഓരോ സബ് ഗ്രൂപ്പിലെ അംഗങ്ങളും ഇടുന്ന വചനങ്ങളും നമ്മൾ ശ്രമിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് വിപുലമായൊരു അറിവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഈ കോഴ്സിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവേൻ എന്ന് യേശു ആഹ്വാനം ചെയ്ത ആ വിളി സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഏറ്റെടുത്ത ആ സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം ഇന്ന് സഭയിലൂടെ തുടർന്നു കൊണ്ടുപോകേണ്ടത് മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനികളുമാണെന്ന് എനിക്ക് ഈ കോഴ്സിലൂടെ മനസ്സിലായി. അപ്പൊ എന്റെ ഏക കടമ, സഭയിൽ അംഗം എന്ന നിലയിൽ എൻ്റെ ഏക കടമ സുവിശേഷ പ്രഘോഷണമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെയൊക്കെ നടത്തണമെന്ന് എനിക്ക് ഏകദേശം ഒരു രൂപം കിട്ടി. അപ്പൊ ഈ കോഴ്സ് കൂടിയപ്പോൾ ഒരു ധ്യാനം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആത്മീയ ഉണർവും ആത്മീയമായ തീഷ്ണതയും എനിക്ക് അനുഭവപ്പെട്ടു. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ അനുഭവിച്ച ഈ അറിവ് അത് എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് തോന്നി. അപ്പൊ ഞാനത് അടുത്ത ബാച്ചിലോട്ട് ലിങ്ക് വന്നപ്പോഴത്തേക്കും ഞാനൊരു 10-20 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കേട്ടു നോക്ക്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പലർക്കും ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ ഈ കോഴ്സിലൂടെ എനിക്ക് മനസ്സിലാക്കിയത് ദിവസേനയുള്ള വചനങ്ങൾ, ആ വചനം നമ്മൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. അതുപോലെ മെന്റേഴ്സിന്റെ ഭാഗത്തിൽ നിന്ന്, മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്നേഹത്തോടും സാമ്യതയും കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. അപ്പൊ അവർ ആവശ്യപ്പെടുന്നത് ആഴ്ചയിലുള്ള മീറ്റിങ്ങുകളിൽ അവർ ഓരോ കാര്യങ്ങൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾക്ക് നമുക്ക് തരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും സാമ്യതയോടു കൂടിയും സ്നേഹത്തോടും കൂടിയാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ അത് ഏറ്റെടുത്ത് നടത്തും. അതുപോലെ തന്നെ പ്രയർ പാർട്ട്നേഴ്സ്, ആഴ്ചയിൽ പ്രയർ പാർട്ട്നേഴ്സ് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലെ ആളുകളെ വിളിച്ച് നമ്മൾ അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സഹായിച്ചു. അതുകൂടാതെ ഈ കോഴ്സ് കൂടിയതിനു ശേഷം ഞങ്ങൾ കുടുംബ കൂട്ടായ്മയുണ്ട്. കുടുംബ കൂട്ടായ്മയിൽ പേടിയും മടിയും കൂടാതെ ധൈര്യപൂർവ്വം വചനം വിചിന്തനം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ എനിക്കിപ്പോൾ മടിയില്ല. ഏത് സഭയിൽ നിന്നാലും എനിക്ക് എന്തെങ്കിലും ദൈവത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കൊരു മടിയില്ല. കാരണം ഏകദേശം ഒരു അടിസ്ഥാന രൂപം എനിക്ക് ഈ കോഴ്സിലൂടെ ലഭിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ കോഴ്സ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കൂടണം. അത് ലൈവായി തന്നെ, ഓരോ സെക്ഷനും ലൈവായി തന്നെ കാണാൻ പറ്റുമെങ്കിൽ അത് കാണുന്ന ശ്രമിക്കുക. അപ്പൊ ഞാൻ അനുഭവിച്ച ആ ദൈവസ്നേഹം മറ്റുള്ളവർ അനുഭവിക്കണം. അതുപോലെ എന്താണ് സങ്കീർത്തനം 34:8 പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. അപ്പൊ നിങ്ങൾ ഈ കോഴ്സിലൂടെ നിങ്ങൾ തന്നെ ഇത് അനുഭവിച്ചറിയണം. ഈ കോഴ്സിലൂടെ വചന പ്രഘോഷണം നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള ഏകദേശം ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങൾ ഒരിക്കലും അത് ഒരു ഇതായിട്ട് കാണരുത്. അത് നല്ലൊരു അനുഭവമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് ആയുസ്സോ അല്ലെങ്കിൽ ദീർഘായുസ്സോ ആകട്ടെ, അത് നാം പാഴാക്കാതെ നമുക്ക് കിട്ടിയ ആ ധൈര്യം, സുവിശേഷം പ്രകാശിക്കാനുള്ള ആ ധൈര്യം മറ്റുള്ളവർക്ക് സുവിശേഷം ആകാനും സുവിശേഷമേകുവാനും നാം ഓരോരുത്തർക്കും കഴിയണം. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വലിയ ദൗത്യം കണ്ട് സുവിശേഷ പ്രഘോഷണം പരിശീലിപ്പിക്കുന്ന ഈ മിസ്സിയോ ടീം അംഗത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ന്യൂ ഇയർ ആകുന്നതാണ്. അപ്പൊ ഈ 19ാം ബാച്ച് ന്യൂ ഇയറിലോട്ടാണ് പോകുന്നത്. അപ്പൊ ന്യൂ ഇയറിൽ ദൈവത്തിന്റെ ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങളെല്ലാവരും, ഈ 19ാം ബാച്ചിലെ എല്ലാവരും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. നന്ദി ജെസിക ചേച്ചി. മിസ്സിയോ എക്സ്പീരിയൻസ് നമ്മളുമായി പങ്കുവെക്കാനായിട്ട് ബെന്നി കൂവക്കാട്ടിൽ ഫ്രം USA. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബെന്നി കൂവക്കാട്ടിൽ. എൻ്റെ വൈഫിൻ്റെ പേര് സ്റ്റാനി. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഞങ്ങൾ അമേരിക്കയിലെ ടെക്സാസിൽ പേർലാൻഡിലാണ് താമസിക്കുന്നത്. പേർലാൻഡ് സെൻറ് മേരീസ് ഇടവാങ്ങാണ്. വൈഫിന് ഒരു ഫ്രണ്ട് മുഖേന കിട്ടിയ 17th ബാച്ചിൻ്റെ ലിങ്കിൽ കൂടിയാണ് ഞങ്ങൾ മിസ്സിയോയിൽ ചേരുന്നത്. ഇതെന്താണെന്നോ യാതൊരു ധാരണയില്ലായിരുന്നു. ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞു, ഞാനും കൂടി. അപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഒന്നും കൂടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് എന്താണെന്ന് അറിയത്തുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറിങ് തുടങ്ങി, മടുത്ത് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയും വൈഫൊക്കെ പറഞ്ഞ് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. പക്ഷേ മുന്നോട്ട് പോകും തോറും അതെന്നെ കൂടുതൽ സ്വാധീനിക്കുവാനും ദൈവസ്നേഹം അനുഭവിച്ചറിയാനും സാധിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. തുടർന്ന് ഞാൻ 18th ബാച്ചിൽ മെൻറ്ററായിട്ട്
സപ്പോർട്ട് ചെയ്തു. അവിടെ അമേരിക്കയിലാണെങ്കിൽ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 2 ഗ്രൂപ്പിലും മെൻറ്ററായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ 9th ബാച്ചിലും കണ്ടിന്യൂ ചെയ്യുന്നു. ഈ മിസ്സിയോടുള്ള ക്ലാസ്സുകൾ, ഈ നിത്യസത്യങ്ങളോടുള്ള ഇന്നിവിടെ ക്ലാസ്സുകൾ, അതിൽ സാറ്റർഡേ ക്ലാസ്, അതിൽ സ്ലൈഡ് പ്രസൻറ്റേഷന്, പിന്നെ പ്രൊക്ലമേഷന്, വ്യക്തിപരമായ അനുഭവങ്ങൾ, ഈ ഷെയറിങ്, അതുപോലെ ഡെയിലിയുള്ള വചന വിചിന്തനങ്ങൾ, അത് പലരുടെയും ആശയങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുകയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ്റർഡേ ക്ലാസ്സിൽ പറയുന്ന ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരാൻ തടസ്സം വയ്ക്കുന്ന നമ്മുടെ പാവാവസ്ഥയാണ്. അതൊരു ഉദാഹരണം പറഞ്ഞത്, പൈപ്പിലൂടെ വെള്ളം ഒഴുകി വരുന്നത്, അത് ബ്ലോക്കായി, ആ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം ഒഴുകി വരും എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നമ്മൾ ഒഴുകി വരുന്ന തടസ്സം നിൽക്കുന്ന പാവാവസ്ഥയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് ആദ്യത്തെ ഔവയും പുറത്താക്കിയത് ശിക്ഷയായിട്ടായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സുകളിൽ മനസ്സിലായി അത് ശിക്ഷയല്ല, രക്ഷയായിരുന്നു. കാരണം ജീവന്റെ ഫലം തിന്ന് അവർ നിത്യരായി കഴിഞ്ഞിട്ട് പിന്നെ രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ പുറത്താക്കിയത് എന്നുള്ളത് ഒരു ബോധ്യം ഈ ക്ലാസ്സുകളിൽ കിട്ടിയത്. അതുപോലെ എപ്പോഴും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന, എപ്പോഴും രക്ഷിക്കണേ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകൾ വന്ന ശേഷം മനസ്സിലായി രക്ഷ നടന്നു കഴിഞ്ഞു, ഇനി സ്വീകരിച്ചാൽ മതി. അപ്പോൾ ആ രക്ഷ സ്വീകരിക്കാൻ തടസ്സമായിരിക്കുന്നത്, അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഒരു പശ്ചാത്തലം വന്നിട്ട് മാനസാന്തരം ചേർന്ന ഉത്തരം കൊടുക്കാത്തതുകൊണ്ടാണ്. ആ ബോധ്യങ്ങളൊക്കെ കിട്ടിയത് ഈ ക്ലാസ്സിൽ കൂടിയാണ്. അതുപോലെ ഈ മിസ്സിയുടെ ലക്ഷ്യമായ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു ആഗ്രഹം വന്നു. 1 യോഹന്നാൻ 1 പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നതെന്ന് ശ്ലീഹ പറയുന്നു. അപ്പോൾ കണ്ടത് കേട്ടാൽ പോരാ, അനുഭവിച്ചറിഞ്ഞ കാര്യം പറയുമ്പോഴേ നമുക്ക് കൂടുതൽ വിവരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇത് വന്ന ശേഷം ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള കൃപ കിട്ടി. എനിക്ക് ചെറുപ്പം തൊട്ടേ വായിൽ അൾസർ ഉണ്ടാകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഭയങ്കര പെയിനാണ്. പലപ്പോഴും മെഡിസിനൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരുന്ന 2 വർഷം മുമ്പ് ഞാൻ കുർബാന സ്വീകരിച്ചപ്പോൾ ആ കുർബാന അവിടെ കൊണ്ടുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് പിറ്റേ ദിവസം കരിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഇല്ലാണ്ടായി. പിന്നെ 2 വർഷമായിട്ട് എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അനുഭവം, ഈശോയ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഉള്ള ഒരു ധൈര്യം ഈ മിസ്സിയോയിൽ വന്ന ശേഷം എനിക്ക് സാധിച്ചു. അപ്പോൾ ഇനിയും ഞാൻ മറ്റുള്ളവർ കൂടുതൽ ആൾക്കാർ വരികയും ഈശോയെ കൂടുതൽ അറിയുകയും ആ ദൈവസ്നേഹം അനുഭവിച്ചറിയുകയും ആ അനുഭവിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതി. താങ്ക് യു. താങ്ക് യു ബെന്നി ചേട്ടാ. ഈ 4 പേരുടെയും വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈശോയെ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് ഏറ്റവും എളുപ്പമാകുന്നത്. നമ്മുടെ ജീവിതാവസ്ഥയോ രോഗാവസ്ഥയോ ഒന്നും തന്നെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നില്ല. ഏതൊരവസ്ഥയിലായിരുന്നാലും ഈശോയുടെ സ്നേഹം, ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിക്കാനും അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതലായി മനസ്സിലാക്കുവാനും ഈ കോഴ്സിലൂടെ അവർക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനിയുള്ള ദിവസങ്ങളിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദൈവസ്നേഹം അനുഭവിക്കാനും അനുഭവിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീം ഇൻട്രൊഡക്ഷനായി ടോജി മാത്യുവിനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിസ്സിയോ ടീമിനെ ഞാനൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മിസ്സിയോയുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സിയോ ടീമിന്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് റിസോഴ്സ് ടീമിലും കോർഡിനേഷൻ ടീമിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും മിസ്സിയോ ടീമിന്റെ പ്രവർത്തനങ്ങളെയും ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷവൽക്കരണം എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മർക്കോസ് 16:15 നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു മഹാദൗത്യം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സിയോ ടീം അംഗങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മിസ്സിയോ ടീമിന്റെ പേട്രൺ സെയിന്റ്
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലായ്പ്പോഴും മിസിയോ കൂട്ടായ്മയോടൊപ്പമുണ്ട്. ഓരോ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ടാണ് മിസിയോയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവ് ഇന്ന് നമുക്ക് വേണ്ടി സന്ദേശം നൽകി. പിതാവിൻ്റെ ആ ഒരു അനുഗ്രഹാശംസകൾ എപ്പോഴും മിസിയോ കൂട്ടായ്മയോട് ഒപ്പമുണ്ട്. മിസിയോ കൂട്ടായ്മയുടെ പേട്രനായി പ്രവർത്തിക്കുന്നത് ചിക്കാഗോ രൂപത അധ്യക്ഷനായ അഭിവന്ദ്യ ജോയ് ആലപ്പാട്ട് പിതാവാണ്. തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും മിസിയോയുടെ ഓരോ സെഷനു വേണ്ടിയിട്ടും ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും പിതാവ് നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട്. പിതാവിനെ എല്ലായ്പ്പോഴും നമ്മുടെ ഈ കൂട്ടായ്മകളിൽ നമുക്ക് ഒരു നിരന്തര ഒരു സാന്നിധ്യമാണ്. നമ്മുടെ മിസിയോ ടീമിൻ്റെ ആനിമേറ്റർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ ക്ലരീഷ്യൻ സഭാംഗമാണ്. അദ്ദേഹം ഒരു റെനൗണ്ട് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ്. 35 വർഷക്കാലം അദ്ദേഹം വിവിധ സെമിനാറുകളിൽ ഫിലോസഫിയുടെ പ്രൊഫസറായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം ഇപ്പോൾ മിസിയോ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫുൾ ടൈം മിസിയോയുടെ ആനിമേറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിസിയോയുടെ എല്ലാ കോഴ്സുകളിലും മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. മിസിയോയോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ കാറ്റഗറ്റിക്സ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മാത്യു പുതിയാത്തച്ഛന് അദ്ദേഹം എല്ലായ്പ്പോഴും മിസിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട ജുബി പീറ്ററച്ചൻ മലങ്കര സഭയുടെ പുത്തൂർ രൂപതയിലെ വൈദികനാണ്. അദ്ദേഹവും തൻ്റെ വിവിധ ദൗത്യങ്ങൾ തൻ്റെ രൂപതയിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതോടൊപ്പം മിസിയോയോടൊപ്പം അദ്ദേഹം സജീവമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സേവ്യർ മാന്ത്രയച്ചൻ ശംഷാബാദ് രൂപതയിലെ ഒരു മിഷണറി വൈദികനാണ്. അദ്ദേഹവും മിസിയോടൊപ്പം എപ്പോഴും ഉണ്ടാകാറുള്ള വൈദികനാണ്. ബഹുമാനപ്പെട്ട ഡിറ്റോ ദേവസ്യ അച്ഛൻ, അദ്ദേഹം കേരള ജീസസ് യൂത്തിൻ്റെ ചാപ്ലിനാണ്. അച്ഛനും മിസിയോടൊപ്പം സഞ്ചരിക്കുന്നു. ബഹുമാനപ്പെട്ട ജിബിൻ അച്ഛൻ, അദ്ദേഹം ക്ലരീഷ്യൻ സഭാംഗമാണ്. ബഹുമാനപ്പെട്ട ഷാൻ അച്ഛൻ, അദ്ദേഹം ശംഷാബാദിലെ ഒരു മിഷണറി വൈദികനാണ്, ക്ലരീഷ്യൻ സഭാംഗം. ബഹുമാനപ്പെട്ട മനോജ് വടക്കേടത്തെ അച്ഛൻ ജയിൽ മിനിസ്ട്രിയുടെ സുപ്പീരിയറായിട്ട് വർക്ക് ചെയ്യുന്നു, ക്ലരീഷ്യൻ സഭാംഗമാണ്. ബഹുമാനപ്പെട്ട മാർട്ടിൻ വിളക്കുന്നേലച്ചൻ പൂനെയിലെ ജയിൽ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജാക്സൺ തെക്കുംപീടി അച്ഛൻ സാഗർ ഡയസിസിലെ ഒരു മിഷൻ വൈദികനാണ്. അദ്ദേഹം തൻ്റെ രൂപതയിലെ വിവിധ ദൗത്യങ്ങൾക്കൊപ്പം സജീവമായി മിസിയോടൊപ്പം പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട മനോജ് താന്നീലച്ചൻ ക്ലരീഷ്യൻ സെമിനാരിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്കമാലിയിൽ മിസിയോയിൽ ഒരു സജീവ സാന്നിധ്യമാണ്. ബഹുമാനപ്പെട്ട ജോമോൻ അത്താഴപ്പാടമച്ചൻ, അദ്ദേഹം ഒരു ക്ലരീഷ്യൻ സഭാംഗമാണ്. അദ്ദേഹവും മിസിയോടൊപ്പം എപ്പോഴും സജീവ സാന്നിധ്യമാണ്. മിസിയോ എക്ലേസിയ ടീമിൻ്റെ ലീഡർ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യകാല പ്രവർത്തകയും ജീസസ് യൂത്ത് മുതലായ അനേകം മിനിസ്ട്രികളുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ച ഒരു വാഗ്മിയും എഴുത്തുകാരിയും അതുപോലെ തന്നെ പാലക്കാട് മേഴ്സി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ പ്രൊഫസറുമായിരുന്ന ബഹുമാനപ്പെട്ട CC ആലിസ് കുട്ടിയാണ്ടിയാണ്. ആലിസ് കുട്ടിയാണ്ടി തൻ്റെ അധ്യാപന ജീവിത കാലയളവിൽ ഉടനീളം കർത്താവിൻ്റെ സുവിശേഷം തനിക്ക് സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എത്തിക്കുവാനായിട്ട് അക്ഷീണം പ്രയത്നിച്ചു. തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം പൂർണ്ണമായിട്ടും കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. മിസിയോ ടീമിൻ്റെ ഒരു ആപ്തവാക്യം, ബി ജീസസ്, ലീവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ് എന്ന ആപ്തവാക്യം തൻ്റെ അനുദിന ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് കർത്താവിനെ നിരന്തരം ഓരോ ദിവസവും അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. മിസിയോ ടീമിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് കാണാം. മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സുകൾ നയിക്കുന്നത് മിസിയോയുടെ സെൻട്രൽ റിസോഴ്സ് ടീം അംഗങ്ങളാണ്. മിസിയോയുടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾക്ക്, റെസിഡൻഷ്യൽ കോഴ്സിനും ഓൺലൈൻ കോഴ്സുകൾക്കും മിസിയോ റിസോഴ്സ് ടീം അംഗങ്ങളാണ് ക്ലാസ്സുകൾ നടത്തുക. അതോടൊപ്പം റിസോഴ്സ് ടീം അംഗങ്ങളോടൊപ്പം ചേർന്ന് വിവിധ കോർഡിനേറ്റേഴ്സ്, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ന്യൂസിലൻഡ്, അതുപോലെ ഇന്ത്യയിലും വിവിധ കോർഡിനേറ്റേഴ്സ് മിസിയോയ്ക്കായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മിസിയോയുടെ മെൻറ്റേഴ്സാണ് മിസിയോയുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഒരു പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
മിസ്സിയോയുടെ മെന്റേഴ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് തങ്ങൾക്ക് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. മിസ്സിയോ ടീം അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മിസ്സിയോ എക്ലേസിയ ട്രസ്റ്റിന്റെ സാരഥികളെ ബഹുമാനപ്പെട്ട അർച്ചിൻ സാറ്, പ്രൊഫസർ ലിസമ്മ കോശി, ജെയിംസ് ടി വി, അതുപോലെ തന്നെ മിസ്സിയോയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ടോംചൻ പുലങ്കാവച്ചേട്ടൻ, അതുപോലെ മിസ്സിയോയുടെ വിവിധ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മിസ്സിയോയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മിസ്സിയോ ടീം അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തവരും റിട്ടയർ ആയവരും ഇപ്പോൾ സേവനത്തിലായിരിക്കുന്നവരുമെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മിസ്സിയോ കൂട്ടായ്മയോടൊപ്പം എപ്പോഴും ആയിരുന്നുകൊണ്ട് മിസ്സിയോയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. മിസ്സിയോ ഓൺലൈൻ കോഴ്സിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് മിസ്സിയോയുടെ മെന്റേഴ്സ് ആണ്. മിസ്സിയോയുടെ മെന്റേഴ്സിന് ഞാൻ ഓരോ സബ് ഗ്രൂപ്പ് വൈസ് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ 10 സബ് ഗ്രൂപ്പുകളായിട്ടാണ് ഈ ഓൺലൈൻ കോഴ്സിൽ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഓരോ സബ് ഗ്രൂപ്പിലും 3 മെന്റേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പാർട്ടിസിപ്പൻസിനെ ഓരോരുത്തരെ നയിക്കുവാനും ആത്മീയമായിട്ട് പ്രചോദിപ്പിക്കുവാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുമായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട മെന്റേഴ്സാണ്. US നമ്മുടെ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എൽ സി അലക്സ്, ജെസ്സി മാത്യു ആൻഡ് സുണി പോൾസൺ ആണ്. അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 6 മെന്റേഴ്സും മിസ്സിയോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത് ഫിലോമിന കെ തോമസ് വൈമേലി, ജൊമോൾ ബെന്നി, അവരോടൊപ്പം 3 മെന്റേഴ്സും ചേർന്നുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസിലൻഡിൽ നിന്ന് നമ്മളോടൊപ്പം മെന്ററായി പ്രവർത്തിക്കുന്ന നവീൻ ജോസ്, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങളായി മെന്റേഴ്സായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വതി വർഗീസ് ആൻഡ് ജോസ്മി ജെയിംസ്. മിസ്സിയോയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മിസ്സിയോ മീഡിയ എല്ലാ മാസവും ഇംഗ്ലീഷിലും മലയാളത്തിലും മിസ്സിയോ വൈബ്സ് എന്ന പേരിൽ പ്രതിമാസ ഒരു ന്യൂസ് ലെറ്റർ പുറത്തിറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിസ്സിയോയുടെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് മിസ്സിയോയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. മിസ്സിയോയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് എല്ലാ ദിവസവും 2 മുതൽ 3 മണി വരെ, ഉച്ചകഴിഞ്ഞ് 2 മുതൽ 3 മണി വരെ മിസ്സിയോയുടെ പ്രവർത്തനങ്ങൾക്കായിട്ടും ലോകം മുഴുവനുമുള്ള സുവിശേഷവൽക്കരണത്തിനായിട്ടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മിസ്സിയോയുടെ സപ്പോർട്ടേഴ്സ് എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ സമ്പത്തും അറിവും കഴിവും എല്ലാം മിസ്സിയോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പാണ് മിസ്സിയോയെ എന്നും താങ്ങി നിർത്തുന്നതും നയിക്കുന്നതും. മിസ്സിയോ സോഷ്യൽ മീഡിയയിലും അവൈലബിൾ ആണ്. യൂട്യൂബിൽ നിരവധി ഗാനങ്ങൾ, നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ഓരോ ഗാനങ്ങളും മിസ്സിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മിസ്സിയോയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ശ്രവിക്കുവാനായിട്ടും കാണുവാനായിട്ടും സാധിക്കും. താങ്ക് യു. താങ്ക് യു ടോജി. മിസ്സിയോ എന്താണ്? ഈ കോഴ്സിനെ കുറിച്ച് നമ്മോട് പങ്കുവെക്കാനായി ടോമിച്ചൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ മിസ്സിയോ കോഴ്സ് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശുവിനെ അറിയുക, അനുഭവിക്കുക, ജീവിക്കുക, പ്രഘോഷിക്കുക. യേശുവിനെ അറിയാനും കൂടുതൽ അറിയാനും അനുഭവിക്കാനും അത് അനുഭവിച്ച് ജീവിക്കാനും ജീവിച്ചത് പ്രഘോഷിക്കാനും. നമ്മുടെ ഷെയറിങ്ങിൽ ഒരു സഹോദരി പറഞ്ഞതുപോലെ ഞാൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണമല്ലോ, ആ ഒരു ദാഹത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഉള്ള ഒരു കൊച്ചു ചൂണ്ടുപലക മാത്രമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും ഇത് പ്രിലിമിനറി കോഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് സുവിശേഷം സർവ ജനങ്ങൾക്കുമുള്ളവ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ പോളാറമൻ മാർപ്പാപ്പ ഇവാഞ്ചലി നൂൻസിയാന്തി എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവരാജ്യം സമാഗതമായി, അത് എല്ലാ കാലത്തേക്കുമുള്ള സർവ്വജനങ്ങളെയും ഉദ്ദേശിച്ചുള്ളതാണ്. സുവിശേഷം ആശ്ലേഷിക്കുകയും
അതുവഴി രക്ഷാകരമായ ഒരു സമൂഹമായി തീരുകയും ചെയ്യുന്നവർക്ക് ആ സന്ദേശം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നതിനുള്ള കർത്തവ്യമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവരാജ്യം സമാഗതമായതാണ്. ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ സിദ്ധിച്ചവർ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നൊരു ആഹ്വാനം നമ്മൾ ഇവിടെ കാണുക. ഇനി ഈ തിരുസഭയുടെ ആദ്യ കാലത്ത് എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ പ്രൈമറി ഫോക്കസ് പ്രൊക്ലമേഷനിലേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം പ്രഘോഷിക്കുന്നത് കേട്ട് സുവിശേഷം ആശ്ലേഷിച്ച് വ്യക്തിപരമായി സുവിശേഷവൽക്കരിക്കപ്പെട്ടവർക്ക് മാമോദീസ നൽകുക, അവർക്ക് സഭയുടെ അംഗത്വം നൽകുക. ഇതാണ് ആദ്യകാലത്ത് സംഭവിച്ചിരുന്നതെങ്കിൽ അത് പിന്നീട് സഭയിലേക്ക് വരുമ്പോൾ ടീച്ചിങ് ഡോമിനേറ്റഡ് ദ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പൊ ഈ പ്രൊക്ലമേഷൻ അങ്ങ് കുറഞ്ഞുപോയി. അതുകൊണ്ട് എന്താ സംഭവിക്കും, മാമോദീസ സ്വീകരിച്ച, നമുക്കറിയാം ചൈൽഡ് മാമോദീസ ഒക്കെ ഉണ്ട്, മാമോദീസ സ്വീകരിച്ചവരെ മതബോധനം നൽകി വളർത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഓരോ വ്യക്തി, ഇവിടെയാണ് ദ അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ വിതിൻ ദ ചർച്ച് വരുന്നത്. അപ്പം ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, നമ്മൾ ഓരോ വ്യക്തികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാല് സുവിശേഷ മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരണമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു ജീവിത ശൈലി, ആ ഒരു സമ്പൂർണമായ സുവിശേഷവൽക്കരണത്തിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു വീണ്ടും ജനനം എന്നത് അനിവാര്യമായി മാറുന്നു. ഇതാണ് ഈ കോഴ്സ് പോളിന്റെ രൂപീകരണമൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് പറഞ്ഞു വന്നതാണ്. ഇങ്ങനെയാണ് ഇത്, അതായത് സഭയിൽ ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള മാമോദീസ സ്വീകരിച്ച് മതബോധനത്തിൽ വളരുന്നവരായ ആളുകൾക്ക് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം സിദ്ധിക്കാൻ എന്താണ് മാർഗം, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം എന്ന നിലയ്ക്കാണ് ഈ ഒരു കോഴ്സിന് രൂപം നൽകപ്പെട്ടത്. അവിടെയാണ് നമ്മൾ കാണുന്നത് ഈ വീണ്ടും ജനിക്കാൻ വേണ്ടി അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ പോളാറമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, യേശു തുടങ്ങി വെച്ച, ജോൺ പോൾ മാർപ്പാപ്പയും പറയുന്നുണ്ട്, യേശു തുടങ്ങി വെച്ച അടിസ്ഥാന സുവിശേഷ സന്ദേശം. അതിനാണ് ഇവിടെ ഒരു വാക്ക് കാണുന്നുണ്ട്, കെറിഗ്മ. അതായത് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഇത് തുടരെ കേൾക്കണം. എന്തിനാണെന്നറിയോ, തുടരെ നമ്മൾ സുവിശേഷവൽക്കരിക്കപ്പെടണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കെറിഗ്മ എന്നതൊരു ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം പ്രഘോഷിക്കുക, വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക എന്നൊക്കെയാണ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ, അതായത് 1928 കാനഡയിലെ ക്യൂബക്കിൽ ജനിച്ച് 1999 മെക്സിക്കോയിൽ വെച്ച് മരണപ്പെട്ട, ഇപ്പോൾ ബിയാറ്റിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഫാദർ എമിലിയാനോ താഡിഫും പെപ്പെ പ്രാദോ എന്ന് വിളിക്കപ്പെടുന്ന ജോസ് പ്രാദോ ഫ്ലോറസ് എന്ന് പറയുന്ന 2 കരിസ്മാറ്റിക്കാർ, ഇവരുടെ ഈ മിഷണറി പ്രവർത്തനത്തിനിടയിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു കോഴ്സ് പോളാണ്. ഈ കോഴ്സ് പോൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അടുത്ത സ്ക്രീനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കിയ എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലി നൂൻസിയാന്തി 1975 ഈ ഒരു സിനഡാനന്തര അപ്പസ്തോലിക ആഹ്വാനം, സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചുള്ള ആ സിനഡിന് ശേഷം മാർപ്പാപ്പ വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഇവാഞ്ചലി നൂൻസിയാന്തി അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനവും, രക്ഷകന്റെ മിഷൻ 1990 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പുറപ്പെടുവിച്ച രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനവും, ഈ 2 പ്രബോധനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കോഴ്സ് പോള് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇത് മിസിയോ അല്ലെങ്കിൽ കെറിഗ്മ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ ഇത് സമ്പൂർണമായ ഒരു സഭാത്മക പഠനമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബൈബിള്, 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകള്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക ആഹ്വാനങ്ങളും, അങ്ങനെ അപ്പസ്തോലിക പ്രബോധനങ്ങളെ ആസ്പദമാക്കി, പ്രത്യേകിച്ച് ഇപ്പോൾ ആനുകാലിക അപ്പസ്തോലിക പ്രബോധനങ്ങളെ ആസ്പദമാക്കി മിഷണറി ട്രെയിനിങ്ങിന് വേണ്ടതായ എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലഭിക്കുന്നു അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കോഴ്സ് വളരെ സമ്പന്നമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് കാണുന്നത് കോഴ്സ് പോൾ എന്ന് ഞാനൊരു പേര് പറഞ്ഞല്ലോ. അത് പറയാനുള്ള കാരണം ഇത് ഈ വചനത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു കോഴ്സ് രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് വിശുദ്ധ പൗലോസ് ശ്ലീഹ
തിമോത്തിയോസിന് കൊടുക്കുന്ന ഉപദേശമാണ്. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോവാണെങ്കിൽ ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ചെന്ന് പറയുമ്പോൾ സഭയിൽ നിന്ന് നീ കേട്ട കാര്യങ്ങൾ എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് പറയുമ്പോൾ നമ്മളോട് ഈ വചനം സംസാരിക്കുന്ന ഇപ്രകാരമാണ്: സഭയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ അപ്പസ്തോലിക പ്രബോധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. സഭയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അതെല്ലാം കൂട്ടിച്ചേർത്ത് ഇത് മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മോട്ടോ. ആ മോട്ടോ വചനമാണ് നമ്മൾ കണ്ടത്. ഇനി ഈ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം ലോക സുവിശേഷവൽക്കരണമാണ്, ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനം. അതിന് നമ്മൾ കൊടുക്കേണ്ട ഓരോരുത്തരും യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഈശോയെ കാണാൻ കഴിയുമ്പോൾ അവിടെയാണ് ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനം നടക്കപ്പെടുക. കാരണം എല്ലാവരിലും യേശു റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ വരികയില്ലേ. അപ്പൊ അതാണ് അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ ഈ പ്രാരംഭ പ്രഘോഷണത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ തുടരെ ശ്രമിച്ചുകൊണ്ട് സുവിശേഷവൽക്കരിക്കപ്പെടുക, ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പന്റ്. അത് നമ്മളിപ്പോ ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ഒന്ന് ഇവാഞ്ചലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി പ്രഘോഷിക്കാൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ പരിശീലകരെ പരിശീലിപ്പിക്കുക. പിന്നെ നമ്മൾ കാണുന്നു ടീംസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? എല്ലായിടത്തും ഇവാഞ്ചലൈസേഷൻ ടീമുകൾ രൂപപ്പെടുക, ജീവിച്ചുകൊണ്ട് പ്രഘോഷിക്കുന്ന അനേകര് ഈ സഭയിൽ ഉണ്ടാവുക, നമ്മളെ കാണുന്നവർക്ക് ഈശോയെ കാണാൻ സാധിക്കത്തക്ക വിധത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തി അനേകം മക്കളെ കാണാൻ സാധ്യമാവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഈ കോഴ്സിന്റെ നമ്മൾ നിത്യസത്യങ്ങളെ കുറിച്ചൊക്കെ ഷെയർ ചെയ്തവരൊക്കെ പറഞ്ഞല്ലോ. 7 വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ 8 വിഷയങ്ങളായിട്ട് വിപുലപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പേ ജോജി പറഞ്ഞതുപോലെ നമ്മൾ ഈ വിഷയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പാട്ടുകളും ഒക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ അത് കേൾക്കാൻ സാധിക്കും. ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ, വിശ്വാസം, മാനസാന്തരം, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയും ഈ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ദൈവകുടുംബമായിട്ട് ദൈവരാജ്യമായിട്ട് ജീവിക്കണമെന്നും ഉള്ള ഒരു വലിയ ബോധ്യം നമ്മൾ തിരിച്ചറിയുക. നമുക്കിതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെയും ഈ ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടിൽ നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തിലേക്ക് വരാൻ എന്താണ് മാർഗം? അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപകടങ്ങളെ ഓർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കും. അവിടുത്തെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നമ്മളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ചൊരിയപ്പെടുമ്പോൾ ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ആ പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആൾക്കാരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കെടുത്തു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരും. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുക. ഇതാണ് നമ്മൾ ഇതിലൂടെ നൽകുന്ന 7 നിത്യസത്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടത്. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷവൽകൃതരാവുക എന്നതിന്റെ അർത്ഥം സുവിശേഷ മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി നമ്മുടെ സഭാത്മക ജീവിതം ചിട്ടപ്പെടുത്തുക എന്നാണ്. അങ്ങനെ ഒരു സഭാത്മക ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മളെ കാണുന്നവർക്ക് സഭയിലേക്ക് വരാനുള്ള ഒരു തീക്ഷ്ണത ഉണ്ടാകും. ഇവരുടെ ജീവിതം കാണുമ്പോൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് സംഭവിക്കുക. അപ്പൊ അതാണ് നമ്മളിൽ നിന്ന് ലക്ഷ്യമാക്കുന്ന അതാണ്. അപ്പൊ ഈ ഒരു അനുഭവമാകുന്ന ഒരു സുവിശേഷവൽക്കരണം, അതാണ് രക്ഷയുടെ അനുഭവം, എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. അത് സ്വന്തമാക്കുക. അതുപോലെ നേരായതും സഭാത്മകവുമായ ബോധ്യങ്ങളിൽ വളരുക. സഭാപിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങളെ ക്രോഡീകരിക്കുകയും അതിനെ തീക്ഷ്ണതയോടെ സ്വീകരിക്കുകയും അതിൽ വളരുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ. പിന്നെ
ജീവിത ശൈലി ദൈവോന്മുഖമാക്കുക. മറ്റുള്ളവരിലേക്കൊക്കെ നോക്കിയുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ദൈവത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സാക്ഷ്യത്തിന്റെ പിൻബലത്തോടെ ജീവിക്കുക. നമ്മൾ പ്രഘോഷിക്കുന്ന എന്താണോ അത് ജീവിക്കാനൊന്ന് പരിശ്രമിക്കുക. നമ്മളെ കൊണ്ട് പൂർണ്ണമായിട്ടും അതൊന്നും സാധിക്കത്തില്ലായിരിക്കും, പക്ഷേ സാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സാധിച്ചേ മതിയാകൂ എന്നതാണ് സത്യം. അതുകൊണ്ട് ആ സാധ്യമാകാൻ വേണ്ടി സാക്ഷ്യത്തിന്റെ നല്ല ജീവിത സാക്ഷ്യം നൽകുക. മറ്റുള്ളവർക്ക്, നമ്മളെ കാണുന്നവർക്ക് ഈശോയെ കാണാൻ പറ്റുന്ന പോലുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തുക. ഇതെല്ലാമാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് സുവിശേഷമേകാൻ സുവിശേഷമാകണം. സുവിശേഷമായാൽ മാത്രമേ സുവിശേഷമേകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വളരുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളൊരു വചനം കാണുന്നുണ്ട്. അതായത് എക്ലേസിയ ഇൻ ആസിയ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുക, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ജ്വലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളോട് ചേർത്ത് വയ്ക്കുന്നവരെ ജ്വലിപ്പിക്കാൻ നമുക്കും കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും മതാധ്യാപകരും അങ്ങനെയുള്ളവരെല്ലാം ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുകളിലുള്ള ജ്വലനമാണ് മറ്റുള്ളവരിലേക്ക് വിശ്വാസം പകരാൻ കാരണമാകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. 1997 ഡച്ചുകാർ വന്ന് ബോംബെയിൽ നടത്തിയ ഒരു കോഴ്സിലാണ്, ഒരു സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന ഒരു കോഴ്സിൽ 2 ആഴ്ച കൊണ്ട് നടത്തപ്പെട്ട ഒരു കോഴ്സിന്റെ അതിൽ പങ്കെടുത്ത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ആലിസാൻഡി അതിൽ പങ്കെടുത്തിട്ട് ആ കോഴ്സ് നാട്ടിൽ കൊണ്ടുവന്ന ഭാരതത്തിൽ നമ്മുടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി ഇടങ്ങളിൽ കഴിഞ്ഞ 10-28 വർഷമായിട്ട് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിപ്പോ നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നു. ദൈവത്തിന്റെ കൃപയാല് ഭംഗിയായിട്ട് അത് മുമ്പോട്ട് പോകുന്നു. ഇനി ചേച്ചി അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ എന്തിന് സുവിശേഷം പ്രഘോഷിക്കണം, എന്തിന് നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടുവെങ്കിൽ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി തന്റെ സ്വപുത്രനെ ബലിയായി നൽകിക്കൊണ്ട് ഒരുക്കിയ രക്ഷാകര പദ്ധതി എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മെ സംബന്ധിക്കുന്ന ചലഞ്ച്. അതാണ് ഇവിടെ കാണുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മിസ്റ്റർ ജോൺ പോൾ മാർപ്പാപ്പ രക്ഷകനായ ക്രിസ്തു തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിന്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് റിഡംതോരിസ് മിസിയോ, രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ പറയുക. അതിന്റെ ആമുഖത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെക്കണമെങ്കിൽ ആ പാപ്പായുടെ ഹൃദയം എത്രമാത്രം വ്യസനിച്ചിട്ടുണ്ടാവും എന്ന് ഓർക്കുക. എന്ന് പറഞ്ഞാൽ രക്ഷകനായ ക്രിസ്തു തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിന്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ അകലെയാണ്. മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീക്ഷിക്കുമ്പോൾ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ന് പറയുക. അപ്പം ഈ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുക. അപ്പൊ നോക്കി, നമ്മുടെയൊക്കെ ഈ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളികളാകാനുള്ള നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എത്രമാത്രം വലുതാണ് എന്ന് നമ്മളിവിടെ കാണുക. നമ്മുടെ ഹൃദയത്തിൽ ഒരു ദാഹം ജലിപ്പിക്കാൻ ഈ ഒരു റൈറ്റപ്പ് മാത്രം പോരെ. ഒന്ന് ഓർത്തു നോക്കിയേ. ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇത് ചർച്ച് ടീച്ചിങ്സ് ആണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ LG 17 ലൂമൻ ജെൻസിയം തിരുസഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണെന്ന് പറയുക. ലക്ഷ്യം എന്താണെന്നറിയോ? സുവിശേഷവൽക്കരണം. ഞാൻ പറയില്ലേ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും കർത്താവിന്റെ സ്നേഹം എത്തിപ്പെടണം. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവർ അനുഭവിക്കണം. അതിലേക്ക് നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലണം. അതാണ് ഇവിടെ കാണുന്നു. 1 കൊറിന്ത്യർ 9:16 പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിലോ എനിക്ക് ദുരിതം. എനിക്ക് മാത്രമല്ല, ലോകം മുഴുവനിലുമുള്ള ദുരിതത്തിന്റെ കാരണം സുവിശേഷം പ്രസംഗിക്കാതിരിക്കുന്നതാണ് എന്നതാണ് സാധ്യം. മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കർത്തവ്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. ഇനി ഇവിടെ നമ്മൾ കാണുന്നു സഭയുടെ അസ്തിത്വം തന്നെ, ദ ചേർച്ച് എക്സിസ്റ്റ് ടു ഇവാഞ്ചലൈസ് എന്നാണ്. സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയാണ് സഭയുടെ അസ്തിത്വം തന്നെ എന്ന് പറയുന്നു ഇവാഞ്ചലി നൂൻസിയാന്തിയുടെ 14ാമത്തെ ഖണ്ഡികയിൽ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാ, കെറിഗ്മ എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശം, ഈ വീണ്ടും ജനിക്കാനുള്ള അടിസ്ഥാന സുവിശേഷ സന്ദേശം എല്ലാ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിന്റെയും സഭാ നവീകരണത്തിലുള്ള സകല പരിശ്രമങ്ങളുടെയും കേന്ദ്രമായിരിക്കണം എന്ന് 164ാമത്തെ ഖണ്ഡികയിൽ പറയുക സുവിശേഷത്തിന്റെ ആനന്ദത്തിന്റെ. ഇനി അതിന് 165ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്,
164 ഖണ്ഡികയിൽ പറയുകയാണ്, മതബോധകന്റെ അധരങ്ങളിൽ ഈ പ്രഥമ സുവിശേഷം, ഈ പ്രഥമ പ്രഘോഷണം അഥവാ കെറിഗ്മ വീണ്ടും വീണ്ടും മുഴങ്ങണം. അങ്ങനെ ഓരോരുത്തരും തുടരെ സുവിശേഷവൽക്കരിക്കപ്പെടണം. ഇതൊരു ദിവസം കൊണ്ട്, ഒറ്റ സമയം കൊണ്ട് കഴിയേണ്ടതല്ല. തുടരെ സുവിശേഷവൽക്കരിക്കപ്പെടണം എന്ന് പറയുക. എന്നിട്ട് വീണ്ടും പറയുന്ന ഇപ്രകാരമാ, ഈ കെറിഗ്മ അഥവാ പ്രാരംഭ പ്രഘോഷണത്തെക്കാൾ ദൃഢവും അഗാധവും സുരക്ഷിതവും അർത്ഥപൂർണവും ജ്ഞാനഭരിതവുമായി മറ്റൊന്നില്ല. എല്ലാ ക്രൈസ്തവ പരിശീലനവും കൂടുതൽ ആഴത്തിൽ ഈ പ്രാരംഭ പ്രഘോഷണത്തിലേക്ക്, കെറിഗ്മയിലേക്ക് പ്രവേശിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് പറയുക. പ്രിയമുള്ളവരെ, ഈ രക്ഷകന്റെ മിഷനിലും അതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലും പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ വായിക്കുകയാണ്. ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുകയാണ് മിസ്റ്റർ ജോൺ ബോൾ മാർപ്പാപ്പായും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ലൂമൻ ജെൻസിയും 16ാമത്തെ ഖണ്ഡികയും പറഞ്ഞു വെക്കുക. പ്രിയമുള്ളവരെ, നമ്മളെ ഇന്ന് കാണുന്നവർ നമ്മളിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാണെന്നറിയാവും? ആധുനിക മനുഷ്യൻ അധ്യാപകരെക്കാൾ ജീവിത സാക്ഷ്യം നൽകുന്നവരെയാണ് കൂടുതൽ സന്നദ്ധതയോടെ ശ്രവിക്കുന്നത്. അധ്യാപകരെ ശ്രവിക്കുന്നുവെങ്കിൽ കാരണം അവർ സാക്ഷ്യം നൽകുന്നു എന്നതുകൊണ്ടാണ് എന്ന് പറയുക. പഠിപ്പിക്കുന്നവരെ അല്ല, ജീവിക്കുന്നവരെയാണ് അവരെല്ലാവരും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ബി ജീസസ്, ലീവ് ജീസസ് ആൻഡ് പ്രൊക്ലൈം ജീസസ് എന്ന് പറഞ്ഞ്. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ മാസവും ഈ കറുകുറ്റിയില് മിസിയോ ഭവനില് നമുക്കൊരു ഭവനം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ആ മിസിയോ ഭവനിലെ എല്ലാ മാസവും ഇതിന്റെ റെസിഡൻഷ്യൽ കോഴ്സ് 6 ദിവസം കൊണ്ട് ഇപ്പൊ 10 ദിവസത്തെ കോഴ്സ് ആയിരുന്നു. അത് 6 ദിവസം കൊണ്ട് ഇപ്പോഴത്തെ ഡിജിറ്റലൈസേഷൻ ഒക്കെ വന്നപ്പോൾ 6 ദിവസം കൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. നിങ്ങളെയൊക്കെ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ 10 ആഴ്ച നമുക്ക് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് ഉള്ള ആശംസയോടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മിസിയോ, ഇനിയുള്ള 9 ആഴ്ചക്കാലം നമ്മൾ എന്താണ് അറിയുവാനും അനുഭവിക്കുവാനും പോകുന്നതെന്നും എന്താണ് ഈ കോഴ്സിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെച്ചു തരുവാനായിട്ട് പോകുന്നതെന്നും ഏറ്റവും മനോഹരമായി നമ്മോട് പങ്കുവെച്ചു തന്ന തോമസ് ചേട്ടന് ഒത്തിരി നന്ദി. അഭിവന്ദ്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് ന്യൂയോർക്കിലേക്കുള്ള ഒരു യാത്രയിലായതിനാൽ ഇന്ന് നമ്മോടൊപ്പം ഓൺലൈനിൽ പങ്കുചേരാനായിട്ട് സാധിക്കില്ല എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. പിതാവിന്റെ സ്നേഹാന്വേഷണം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ഏതെങ്കിലും ഒരു ദിവസം പിതാവ് നമ്മോടൊപ്പം ഓൺലൈനിൽ എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. സമാപന സന്ദേശത്തിനും ആശംസകളും എല്ലാം നമ്മോട് മിസിയോയെ കുറച്ചുകൂടെ ആധികാരികമായി പങ്കുവെക്കാനായി എത്തുന്നു പ്രൊഫസർ CC ആലിസ് കുട്ടി ആന്റി. ദൈവത്തിന് സ്തുതി. ഒത്തിരി സന്തോഷം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമുക്കറിയാം. നമ്മുടെ ഈ കോഴ്സിന്റെ, അതായത് 10 ആഴ്ചയിലൂടെ നമ്മൾ നടത്തുന്ന കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി, ഒരു ഇനോഗ്രൽ സെഷനാണ് ഇന്ന്. ഇൻട്രൊഡക്ഷൻ അല്ലേ? അപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ ഈ ദിവസങ്ങളിൽ ഈ ഒരാഴ്ചയിൽ തന്നെ ഈ ഒരു ഇത് യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് കേൾക്കുന്നതും ഒത്തിരി നല്ലൊരു തുടക്കമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് കാർഡിനൽ സ്യൂവനൻസ് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ബിക്കം മെനി ബാപ്റ്റൈസ്ഡ് അല്ലെങ്കിൽ ഇവാഞ്ചലൈസ്ഡ്, അല്ല സാക്രമെന്റലൈസ്ഡ് കാത്തലിക്സ്, ബട്ട് എമംഗ് ദം വെരി ഫ്യൂ ഇവാഞ്ചലൈസ്ഡ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാല് മാമോദിസ മുങ്ങി ഉദാസികളൊക്കെ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളെ കത്തോലിക്കർ ഒത്തിരി ഉണ്ട്. പക്ഷെ അനേകര് ഇവാഞ്ചലൈസ്ഡ് ആയിട്ടില്ല. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പലപ്പോഴും നമ്മളെല്ലാം കേൾക്കുന്നതാണല്ലോ. റീ ഇവാഞ്ചലൈസേഷൻ, ന്യൂ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ ടോമിസിനെടുത്ത് പറഞ്ഞല്ലോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷനിൽ പറയുന്ന കാര്യം. അതായത് നമ്മള് 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തു ഈ പണിയെല്ലാം, രക്ഷാകര പണിയെല്ലാം പൂർത്തിയാക്കി സഭയെ ഏൽപ്പിച്ചതാ. പക്ഷെ ഇപ്പോഴും അത് തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണെന്നുള്ള വേദനയോടെ പറഞ്ഞതൊക്കെ പിന്നെ സഭയുടെ ഏകദൗത്യമാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റെസിഡൻഷ്യൽ കോഴ്സിൽ കൂടെ കൂടുമ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാകും. ആ ഇൻട്രൊഡക്ടറി സെഷനിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായല്ലോ. അതായത് ഇത്
നിങ്ങളെ റീഇവാഞ്ചലൈസ് ചെയ്യുക. ഈ കോഴ്സിന്റെ പാർട്ടിസിപ്പൻസിന് പണ്ട് ഈശോ പറഞ്ഞില്ലേ നിക്കാദേമൂസിനോട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന് അംഗമാകാൻ പറ്റില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ നമുക്ക് മമ്മദിസ മുങ്ങി സഭയിൽ അംഗങ്ങളായിട്ടുള്ള നമുക്ക് ഒരു വീണ്ടും ജനന അനുഭവം ഉണ്ടാകാൻ നമ്മളോട് സുവിശേഷം നേരിട്ട് പ്രസംഗിക്കാനുള്ള ഒരു ഇൻട്രോഡക്ടറി സെഷനാണ് ഈ 10 ആഴ്ചയിലൂടെ നടക്കുന്നത്. അതിന്റെ തുടക്കമാണ്, എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്, ഇനോഗ്രേഷനാണ് ഇന്നിപ്പം നടക്കുന്നത്. ഇനിയും അടുത്ത ആഴ്ച മുതൽ ഈ ഓരോ വിഷയങ്ങളും പിന്നെ അവസാനം ഒരു കൺക്ലൂഷനും കൂടി ഉണ്ടാകും. അപ്പം അതായത് എത്ര ആത്മാർത്ഥതയോടെ എത്ര സഹകരിച്ച് ചെയ്യുന്നോ അത്രയും ഫലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ദൈവത്തിന്റെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ നമ്മളങ്ങ് എടുത്താൽ മതി. നമ്മളങ്ങ് എടുത്ത് സ്വീകരിച്ച് എത്ര ആത്മാർത്ഥതയോടെ ഇനി അവർ അനൗൺസ്മെന്റ് പറയും. ഇനി ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ടീം ലീഡേഴ്സ്, മെന്റേഴ്സ് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയും. അവരൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കേട്ട്, ഇപ്പം നമ്മുടെ ഷെയറിംഗ് ഒക്കെ കേട്ടല്ലോ, എല്ലാവരും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുകയായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഇതിന്റെ ഗുണമുണ്ടാകാൻ, നമ്മളുടെ ജീവിതം കൊണ്ട് ലോക സുവിശേഷവൽക്കരണം നടക്കാൻ ഒക്കെ സഹായകമാകുന്ന രീതിയിൽ ഇത് നമ്മൾ എത്രമാത്രം ഇത് നമ്മുടേതാക്കുന്നു. അതായത് യു മേ ബി ദ ഫുൾട്ടൻഷീൻ ഒരിക്കൽ പറഞ്ഞതാണ്, യു മേ ബി ദ ഓൺലി ഗോസ്പൽ സമ്മൺ വിൽ എവർ റീഡ് എന്ന്. അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ ബന്ധപ്പെടുന്ന ചുറ്റുപാടുകളിൽ ആർക്കെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ സാധിക്കുന്ന ഏക സുവിശേഷം നിങ്ങളുടെ ജീവിതമാകാം. അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞില്ലേ, ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ്. നമ്മൾ സുവിശേഷമായില്ലെങ്കിൽ നമുക്കിങ്ങനെ സുവിശേഷം ഏകാൻ പറ്റുക? നമ്മൾ പാടുകയില്ലേ, സുവിശേഷമേകാൻ വിളിച്ചതാതൻ സുവിശേഷമേ ഏകാൻ അയച്ചു നമ്മെ, സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകാൻ. അപ്പം അതിന് സുവിശേഷമാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻട്രോഡക്ടറി സെഷനാണ് ഈ ഒരു 10 ആഴ്ചയിലൂടെ നടക്കുന്നത്. നമുക്ക് ഓർക്കാം, നമുക്ക് നല്ലോണം ആത്മാർത്ഥതയോടെ അതിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങേയറ്റം സഹകരിക്കാം. പിന്നെ പറ്റാവുന്നവരെ ഒക്കെ, പിന്നെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നാളെ നേരം വിളിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക് കിട്ടും. ഇതിപ്പം അത് നേരിട്ട് പങ്കെടുക്കുക. അപ്പൊ അതൊക്കെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അവരോടൊക്കെ ഒന്ന് പറയുകയും, ഇത് നമ്മുടെ കയ്യിലാണ്, ആ കിട്ടിയത് കൊടുത്തു വരുമ്പോൾ ദൈവം പിന്നെ നമ്മളെ ഏൽപ്പിക്കും. അങ്ങനെ എല്ലാവരും നല്ല ഫലപ്രദമായ വിധത്തില് അതിലെ ചേർച്ച് എക്സിസ്റ്റ് ടു ഇവാഞ്ചലൈസ്, സഭ ഇവിടെ ആയിരിക്കുന്നത് തന്നെ ഈ ഒരു ദൗത്യത്തിന്. ഈശോ അതല്ലേ പറഞ്ഞത്, ദൈവത്തിന്റെ രാജ്യവും നീതിയും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ നോക്കാവുന്ന. പക്ഷെ നമുക്കിപ്പോ പറ്റുന്നത് കർത്താവ് നോക്കാവെന്ന് പറഞ്ഞ കാര്യം നോക്കി അതന്വേഷിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച് പണി ചെയ്യാൻ നമുക്ക് നേരമില്ലാതെ പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറി നമ്മുടെ ആ ഒരു ശൈലി, ഫോക്കസ് ക്ലിയർ ആയിട്ട്, നമ്മുടെ ഫോക്കസ് നമ്മൾ മിഷനറി ഡിസൈപ്പിൾസ്, പ്രേക്ഷിത ശിഷ്യരാണ്. അപ്പം ശിഷ്യത്വത്തിൽ വളർന്നുകൊണ്ട് പ്രേക്ഷിതരായി ലോകമെങ്ങും ഈ ഒരു സുവിശേഷം എത്തിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. താങ്ക് യു ആന്റി. തന്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രചോദനവും ആത്മവിശ്വാസവും നൽകിയ ആന്റിയെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി ഏതാനും അറിയിപ്പുകളാണ്. മെയിൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവരവരുടെ സബ് ഗ്രൂപ്പുകൾ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. സബ് ഗ്രൂപ്പിൽ ചേർത്തപ്പോൾ പലരുടെയും ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങളുടെ ഇൻബോക്സിൽ വന്നു കിടപ്പുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ആഴ്ച മുതൽ സബ് ഗ്രൂപ്പ് മീറ്റിംഗുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസ്സിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസ്സിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ജനുവരി 12 മുതൽ 17 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 9746
917273 എന്ന നമ്പറിലോ 7012574557 7012574557 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബത്തോടെയോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കുമൊക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ച മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തിത്തരുമെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷനാണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനടി അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി നമ്മുടെ പ്രിയപ്പെട്ട റെവറൻഡ് ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. 2 ദിവസം മുമ്പാണ് ക്രിസ്തുമസ് നമ്മൾ ആഘോഷിച്ചത്. ആ ഒരു ത്രില്ലിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും. 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ നമ്മെ ഈ ലോകത്തിലേക്ക് തൻ്റെ പ്രിയപുത്രനെ അയച്ചതിൻ്റെ ഓർമ്മയാണ്, ജീവിക്കുന്ന ഓർമ്മയാണ്. അതിപ്പോഴും ജീവിക്കുന്നു. ആ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് നമ്മൾ വിളിച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നത്. സഭ എന്നത് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ ഒരു സമൂഹമാണ്. നമ്മളിന്ന് ഈ കോഴ്സിലേക്ക്, ഈ 19ാമത്തെ കോഴ്സിലേക്ക് 150ഓളം ആൾക്കാരെ വിളിച്ചു കൂട്ടപ്പെട്ടിരിക്കുകയാണ് വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അപ്പം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇതൊരു ചെറിയ കടുകുമണിയായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. നമ്മൾ ഇത്രയും വളർന്നു. ദൈവത്തിന് നന്ദി പറയാം. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ പ്രവൃത്തിയല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന 9 ആഴ്ചകളിൽ ഇതിൽ പങ്കുകൊള്ളുന്നവരെല്ലാവരും കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ സുവിശേഷവൽക്കരണം നടത്തുവാനും അങ്ങനെ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും തക്കവണ്ണം നമ്മൾ പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ ഏക ദൗത്യം ഇതുതന്നെയാണ് നമുക്കറിയാം. മാർപ്പാപ്പ മുതൽ അവസാനത്തെ ക്രിസ്ത്യാനി വരെ ഇവിടെയുള്ള ദൗത്യം അതാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും, സാക്രമെന്റൽ ക്രിസ്ത്യൻസ് ആണെങ്കിലും, കൗതാശികരമായിട്ട് ക്രിസ്ത്യാനികളാണെങ്കിലും എവാഞ്ചലൈസ്ഡ് ആയിട്ടില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ശക്തരായിട്ടില്ല. അതിനുള്ള ശക്തി ലഭിക്കുവാനായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഇവിടെ നൽകുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന നിത്യസത്യങ്ങളെക്കുറിച്ച് ദൈവസ്നേഹമാണെന്നും അതിൻ്റെ അനുഭവിക്കാത്തത് കാരണം നമ്മുടെ ഭാവാവസ്ഥയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാം. ഒത്തിരി പേർക്ക് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേര് അവർ അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ മിസിയോ വളർന്നു വന്നത്, അത് ഇനിയും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഇതിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ പ്രചോദനത്താൽ വന്നിട്ടുള്ളവരാണ്. ആരുടെയും നിർബന്ധം മൂലം ഉള്ളതല്ല. നമുക്ക് ഈ ലോകം മുഴുവനും നമുക്കറിയാം 850 കോടി ജനമുണ്ട്. ആ 850 കോടി ജനങ്ങളിലേക്കും ഈ കർത്താവിൻ്റെ സന്ദേശം അറിയിക്കണം. ക്രിസ്ത്യാനികളായിട്ടുള്ള നല്ലൊരു ശതമാനമുണ്ട് എങ്കിൽ പോലും അവർക്ക് റീഎവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വെറും നാമധാരികളായ ക്രിസ്ത്യാനികളാകാതെ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വ്യക്തികളായിട്ട് തീരുക. കാരണം ക്രിസ്തുവിനെ കൂടാതെ നമ്മുടെ ലോകം ഒരിക്കലും പുരോഗമിക്കില്ല, നമ്മുടെ രാജ്യം നന്നാകില്ല, നമ്മുടെ ഒരു
തത്വശാസ്ത്രങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിനെ കൂടാതെ തീരുകയില്ല എന്ന് നമുക്കറിയാം. അപ്പം അത് ലോകത്തിലുള്ള നേതാക്കളും വിശുദ്ധരും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, തത്വശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും എല്ലാവരും. അപ്പം അത് നിത്യസത്യമായിട്ട് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ച് തീർന്ന വ്യക്തിയല്ല, ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇന്നും നമ്മുടെ മധ്യത്തിൽ ശക്തിയായിട്ട് പ്രേരണയായിട്ട് ജീവിക്കുന്ന ആ ഈശോയെയാണ് നാം പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് നാം ഒന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ പാവാവസ്ഥയെ മാറ്റിക്കഴിഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വളർത്തും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ ജീവിക്കുന്ന എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന മെന്റേഴ്സും അതുപോലെ അനുഭവം കിട്ടിയിട്ടുള്ളതും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാം ദൈവത്തിൻ്റെ പേരിൽ നമുക്ക് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ദൈവത്തെ പ്രഘോഷിക്കാം. നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്, സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ബോധ്യം. ക്രിസ്മസിൻ്റെ സന്ദേശം അതാണ്. ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം, ദൈവം കൊണ്ടുവന്ന സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ പുതുവത്സരത്തിലേക്ക് 2-3 ദിവസം കഴിയുമ്പോൾ നാം പ്രവേശിക്കുകയാണ്. ആ പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തന്റെ നല്ല വാക്കുകളിലൂടെ നമ്മൾക്ക് പ്രചോദനവും ആശീർവാദവും നൽകിയ പ്രിയ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛന് ഏറെ നന്ദി. ഇന്ന് നമ്മുടെ ഈ ഓൺലൈൻ കൂട്ടായ്മ ഇത്രയേറെ മനോഹരമാക്കി തീർക്കാൻ ദൈവം നൽകിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഏവർക്കും നന്ദി. ഇനിയുള്ള 9 ആഴ്ചക്കാലം നമ്മൾ കേട്ടറിഞ്ഞ പലരുടെയും അനുഭവങ്ങളിലൂടെ ഇന്ന് നമ്മോട് പങ്കുവെച്ച ഈശോയെ അനുഭവിച്ചറിയാനും പങ്കുവെക്കാനും നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുടെ ഒരു ഗാനത്തോടു കൂടെ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഗാനത്തിനായി സെലിൻ ചേച്ചിയെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തില്ല സെലിൻ, അൺമ്യൂട്ട് ചെയ്തേ. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഓരിരും താഴ്വരവാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ഓരിരും താഴ്വരവാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.